യൂണിഫോം വേരിയിങ് ലോഡ് എന്നുള്ള എൻ്റെ എടുക്കുന്നില്ല. അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളത് മാത്രമേ എടുക്കുന്നുള്ളൂ. അതായത് യൂണിഫോം ഡിസ്ട്രിബ്യൂട്ടർ ലോഡും പോയിന്റ് ലോഡും പിന്നെ അതിൻ്റെ കൂടെ മൊമെന്റ് വരുന്നത്, അങ്ങനത്തെ 3 ക്വസ്റ്റ്യൻസ് മാത്രമേ നമ്മളിപ്പോൾ എടുക്കുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ സ്ക്രീൻ എല്ലാവരും കാണാറുണ്ട്. നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് സൈൻ കൺവെൻഷൻസ് എന്ന് പറഞ്ഞു നിർത്തിയത്. അപ്പൊ ഞാൻ ഇന്നലെ പറഞ്ഞത് ഒന്നുകൂടി പറയാം. സൈൻ കൺവെൻഷൻ എങ്ങനെയാണ് നമ്മൾ സൈൻ കൺവെൻഷൻ അപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് 2 ടൈപ്പ് സൈൻ കൺവെൻഷൻ ഉണ്ട്. ഒന്ന് ഷിയർ ഫോഴ്സിന് സൈൻ കൺവെൻഷൻസ് ഉണ്ട്, അതേപോലെ തന്നെ ബെൻഡി മൊമെന്റിന് സൈൻ കൺവെൻഷൻ ഉണ്ട്. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ കാര്യം ഞാൻ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാണ്. അപ്പൊ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ വരച്ച പോലെ തന്നെ വേറൊരു ബീം വരയ്ക്കുകയാണ്. ഓക്കെ, ഒരു സിംപ്ലി സപ്പോർട്ട് അതേ ബീം തന്നെ വരയ്ക്കും. സിംപ്ലി സപ്പോർട്ട് ബീം വരച്ചു. സ്ട്രൈറ്റ് ലൈൻ ആയില്ല. ഓക്കെ, സിംപ്ലി സപ്പോർട്ട് ബീം വരച്ചു. Having a length 10 meter, having a load of 4 kilonewton at the center. അപ്പോൾ ഇവിടെ നിന്നിട്ട് 5 meter from here to here 5 meter. We'll be naming it as point A and B. So the reaction will be named as our reaction RA and the second reaction will be RB. Okay, so it is a 4 kilonewton and acting at the center. So we can write the reaction equation directly, and the value correct it will be 2 kilonewton and 2 kilonewton. Okay, first I am going to draw the shear force diagram. അപ്പോൾ നമ്മുടെ ലോഡുള്ള പോയിന്റ് എല്ലാം ഡയറക്റ്റ് ഡൗൺവേർഡ് സ്ട്രേറ്റ് ലൈൻ വരച്ചു. ആൻഡ് ഐ വിൽ ബി ഡ്രോയിങ് എ റെഫറൻസ് ലൈൻ. ഷിയർ ഫോഴ്സ് റെഫറൻസ് ലൈന് മേലേക്കും താഴേക്കൊക്കെ വരും. So in the last class I have started from the left end. നമ്മൾ ഇവിടെ നിന്നാണ് തുടങ്ങിയത്. So in this class I will be starting from the right end. Okay, അപ്പോൾ right end we got a force of 2 kilonewton. So we'll be drawing in the upward direction. നോർമലി അങ്ങനെയാണ് വരച്ചു തുടങ്ങുക. അപ്പൊ അങ്ങനെ വരയ്ക്കാതിരിക്കാൻ വേണ്ടിയാണ് നമുക്കൊരു സൈൻ കൺവെൻഷൻ നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, ഒന്ന് നമ്മൾ ഏതെങ്കിലും ഒരു പോയിന്റ് അനലൈസ് ചെയ്യാം. സോ ആ പോയിന്റിന്റെ ലെഫ്റ്റ് സൈഡിലെ ടോട്ടൽ ഫോഴ്സ് അപ്വേർഡും റൈറ്റ് സൈഡിലെ ടോട്ടൽ ഫോഴ്സ് ഡൗൺവേർഡും ആണെങ്കിൽ the shear force will be positive shear force. ഓക്കെ, അതേപോലെ തന്നെ നമ്മൾ അനലൈസ് ചെയ്യുന്ന പോയിന്റിലെ റൈറ്റ് സൈഡിലെ ഷിയർ ഫോഴ്സ്, പോയിന്റ് റൈറ്റ് സൈഡിലെ ഷിയർ ഫോഴ്സ് എല്ലാം അപ്വേർഡും അതുപോലെ പോയിന്റ് ലെഫ്റ്റ് സൈഡിലെ ഷിയർ ഫോഴ്സ് എല്ലാം ഡൗൺവേർഡും ആണെങ്കിൽ ഇറ്റ് വിൽ ബി എ നെഗറ്റീവ് ഷിയർ ഫോഴ്സ് ഡയഗ്രാം. ഓക്കെ, അപ്പൊ നമ്മൾ അതേപോലെ തന്നെ പോയിന്റ് ബി എന്നുള്ള പോയിന്റ് എടുത്തു. പോയിന്റ് ബിയിലെ ജസ്റ്റ് റൈറ്റ് സൈഡിൽ ഒരു പോയിന്റ് എടുത്തിട്ട് അനലൈസ് ചെയ്തു. ഈ പോയിന്റ് എടുത്ത് അനലൈസ് ചെയ്തു. ഈ പോയിന്റ് റൈറ്റ് സൈഡിലുള്ള ഫോഴ്സ് ഏത് ഡയറക്ഷൻ? ഇറ്റ് വിൽ ബി മൂവിങ് ഇൻ ദ അപ്വേർഡ് ഡയറക്ഷൻ. റൈറ്റ് സൈഡ് ഫോഴ്സ് അപ്വേർഡ് മൂവ് ചെയ്യണം. ആൻഡ് ഈ പോയിന്റ് ലെഫ്റ്റ്വേർഡ് ഫോഴ്സ്, ലെഫ്റ്റിൽ എന്തൊക്കെ ഫോഴ്സ് ഉണ്ട്? ഒരു റിയാക്ഷൻ ഉണ്ട്, ഒരു 4 kilonewton ഫോഴ്സ് ഉണ്ട്. ഇതിന്റെ നെറ്റ് എത്രയായിരിക്കും? 2 അപ്വേർഡ് 4 ഡൗൺവേർഡ്. നെറ്റ് എന്ന് പറഞ്ഞാല് 2 ഡൗൺവേർഡ്. അപ്പൊ നമ്മളെടുത്ത പോയിന്റിന്റെ റൈറ്റ് സൈഡിൽ അപ്വേർഡ് മൂവ് ഫോഴ്സ് ഉണ്ടായി, ലെഫ്റ്റ് സൈഡിൽ ഡൗൺവേർഡ് ഫോഴ്സ് ഉണ്ടായി. അപ്പോൾ നമ്മുടെ റൂൾ പ്രകാരം അവർ ഷിയർ ഫോഴ്സ് ഡയഗ്രാം വിൽ ബി നെഗറ്റീവ്. സോ ഞാൻ വരയ്ക്കുന്ന ഷിയർ ഫോഴ്സ് ഡയഗ്രാം നെഗറ്റീവ് ഷിയർ ഫോഴ്സ് ഡയഗ്രാം ആയിരിക്കണം. അതാണ് റഫറൻസ് ലൈൻ. റഫറൻസ് ലൈനിന്റെ മേലേക്ക് പോസിറ്റീവും താഴേക്ക് നെഗറ്റീവ് ആയിരിക്കും. ഇഫ് ഐ ആം സ്റ്റാർട്ടിംഗ് ഫ്രം ദ റൈറ്റ് സൈഡ് ഐ വിൽ ഡ്രോ a value that is equal to 2 kilonewton. 2 kilonewton equivalent ആയിട്ടുള്ള വാല്യൂ സ്കെയിലിൽ എടുത്തിട്ട് I will be marking in the downward direction. Downward direction മാർക്ക് ചെയ്തിട്ട് ഒരു പോയിന്റ് മാർക്ക് ചെയ്യും. ഓക്കെ, ആൻഡ് ഫ്രം പോയിന്റ് ബി ടു സെന്റർ വേറെ എക്സ്ട്രാ ഫോഴ്സ് ഒന്നുമില്ല. സോ ഇറ്റ് വിൽ റിമെയിൻ ആസ് എ സ്ട്രെയിറ്റ് ലൈൻ. ഫ്രം പോയിന്റ് ബി ടു സെന്റർ ഇറ്റ് റിമെയിൻ ആസ് എ സ്ട്രെയിറ്റ് ലൈൻ. അപ്പൊ നമ്മൾ ആദ്യത്തെ ഷിയർ ഫോഴ്സ് വരച്ചത് നെഗറ്റീവ് ഷിയർ ഫോഴ്സ് ഓഫ് വാല്യൂ 2 kilonewton. അതിന്റെ റീസൺ പഠിക്കാനാണ് സൈൻ കൺവെൻഷൻസ് പഠിക്കാൻ പറഞ്ഞത്. ഓക്കെ, അപ്പൊ ഇതുവരെ എത്തി. സോ അറ്റ് ദിസ് പോയിന്റ് വാട്ട് ഈസ് ദ ലോഡ് ആക്ടിങ്? ദ ലോഡ് ആക്ടിങ് ഈസ് 4 kilonewton. ഓക്കെ, നമ്മളിപ്പോൾ ഓൾറെഡി ഡൗൺവേർഡ് ഷിയർ ഫോഴ്സ് വരച്ചു, പിന്നെ അവിടുന്ന് പിന്നെ അപ്വേർഡ് വരച്ചു 4ന്റെ. ഇപ്പൊ നമ്മളിപ്പോ ആർ ബി അപ്വേർഡ് ആയിട്ടും നെഗറ്റീവ് ആയിട്ടാണ് ഇവിടെ മാർക്ക് ചെയ്തേക്കുന്നത്. ആർ ബി അപ്വേർഡ് ആയിട്ടും നമ്മളിവിടെ നെഗറ്റീവ് ഷിയർ ഫോഴ്സ് ആയിട്ടാണ് മാർക്ക് ചെയ്തേക്കുന്നത്. അപ്പൊ നമ്മൾ പിന്നെ വരയ്ക്കുമ്പോൾ ഡൗൺവേർഡ് ഫോഴ്സ് എല്ലാം പോസിറ്റീവും അപ്വേർഡ് ഫോഴ്സ് എല്ലാം നെഗറ്റീവ് ആയിട്ട് കൊടുക്കണം. ഓൾറെഡി നമ്മൾ ആർ ബി അപ്വേർഡ് ആണ്,
പക്ഷെ നമ്മുടെ സൈൻ കൺവെൻഷൻ പ്രകാരം അത് നെഗറ്റീവ് ആയിട്ടാണ് നമ്മൾ വരച്ചേക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഓൾറെഡി അപ്വേർഡ് ഫോഴ്സിന് നെഗറ്റീവ് ആയിട്ടാണ് കൊടുത്തേക്കുന്നത്. ഈ പോയിന്റിൽ റീച്ച് ചെയ്തു. അറ്റ് ദിസ് പോയിന്റ് വി ഗോട്ട് എ ഡൗൺവേർഡ് ഫോഴ്സ് ഓഫ് 4 kN. അപ്പൊ നമ്മൾ പോസിറ്റീവ് വാല്യൂ ആയിട്ട് എടുത്തിട്ട് 4 ഇക്വലന്റ് ആയിട്ടുള്ള വാല്യൂ സ്കെയിലിൽ കറക്റ്റ് ആയിട്ട് എടുക്കുക. നമ്മളിത് 2 mm മാർക്ക് ചെയ്ത് വെച്ചെങ്കിൽ ഇറ്റ് ഷുഡ് ബി 4 mm. ഇത് 2 cm ആണെങ്കിൽ ഇറ്റ് ഷുഡ് ബി 4 cm. അപ്പോൾ we will mark a, we will got a point. And from the center point to the left end, സെന്ററിൽ നിന്ന് ലെഫ്റ്റ് എൻഡ് വരെ വേറെ എക്സ്ട്രാ ഫോഴ്സ് ഒന്നുമില്ല. സോ ഇറ്റ് വിൽ റിമെയിൻ ആസ് എ സ്ട്രെയിറ്റ് ലൈൻ. സോ ദിസ് വിൽ ബി അവർ ഷിയർ ഫോഴ്സ് ഡയഗ്രാം. അപ്പോ മാക്സിമം നമ്മള് ഇത് ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഷിയർ ഫോഴ്സ് ഡയഗ്രാം ആണ്. കാരണം നമ്മൾ റൈറ്റിൽ നിന്ന് തുടങ്ങിയപ്പോ ഒരു ഓൾറെഡി അപ്വേർഡ് ആയിട്ടുള്ള RBനെ നമ്മൾ ഡൗൺവേർഡ് വരച്ചു. പിന്നെ അതുകൂടാണ്ട് ഡൗൺവേർഡ് ആയിട്ടുള്ള 4 kN അതും അപ്വേർഡ് വരച്ചു. കുറച്ച് കൺഫ്യൂസിങ് ആണ്. അപ്പൊ നമ്മൾ റൂൾ പ്രകാരം ഫോളോ ചെയ്യണത് മാത്രം. ഏറ്റവും നല്ലത് എപ്പോഴും ഷിയർ ഫോഴ്സ് ഡയഗ്രാം ലെഫ്റ്റ് എൻഡിൽ നിന്ന് തുടങ്ങുന്നതാണ്. അപ്പൊ നമുക്ക് ഒരു സൈൻ കൺവെൻഷനിൽ അതിലൊന്നും ഒരിക്കലും ഒരു കൺഫ്യൂഷൻ വരില്ല. ഓക്കെ, എപ്പോഴും നമ്മൾ ഒരു ലെഫ്റ്റ് സൈഡിൽ തുടങ്ങുന്നതായിരിക്കും നമുക്കൊരു കൺവീനിയന്റ്. റൈറ്റ് സൈഡ് തുടങ്ങുന്നത് പ്രശ്നം ഉണ്ടായിട്ടല്ല. അപ്പൊ നമുക്കൊരു പ്ലസും നെഗറ്റീവും ഇപ്പോൾ ഓൾറെഡി ചിലവരിപ്പോ ലെഫ്റ്റ് സൈഡിൽ നിന്ന് റൂൾ വെച്ച് സ്റ്റാർട്ട് ചെയ്തു, ഇതുവരെ എത്തി. ഇനിയിപ്പോ 4 kN ഡൗൺവേർഡ് ആക്കി ഉണ്ട്, അവിടെ നേരെ താഴേക്ക് ഫോർവേഡ് ആയിരിക്കും, പിന്നെ ഇതുവരെ ആയിരിക്കും, പിന്നെ ഇങ്ങോട്ട് വരയ്ക്കും. ഇതിങ്ങനെ ഷിയർ ഫോഴ്സ് ഡയഗ്രാം കൊണ്ട് ഷെയ്ഡ് ചെയ്തേക്കും. അപ്പൊ അത് നമുക്ക് ആ കൺഫ്യൂഷൻസ് എല്ലാം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളെപ്പോഴും റൈറ്റ് സൈഡിൽ നിന്ന് പോകുക. അതൊന്നും കുഴപ്പമില്ല. റൈറ്റ് സൈഡിൽ നമുക്ക് വരയ്ക്കാൻ ഭയങ്കര സിമ്പിൾ ആണ്. കാരണം റഫറൻസ് പോയിന്റ് സ്റ്റാർട്ട് ചെയ്യണം, 6 അപ്വേർഡ് മാർക്ക് ചെയ്തു, സ്ട്രേറ്റ് ലൈനായിട്ട് മാർക്ക് ചെയ്തു, പിന്നെ 4 kN ഡൗൺവേർഡ് മാർക്ക് ചെയ്തു, വീണ്ടും സ്ട്രേറ്റ് ആയിട്ട് മാർക്ക് ചെയ്തു, RB അപ്വേർഡ് കറക്റ്റ് 0 തന്നെ വന്ന് എൻഡ് ചെയ്തു. ഓക്കെ, രണ്ട് എൻഡിലും ഷിയർ ഫോഴ്സും ബെൻഡിങ് മൊമെന്റ് എപ്പോഴും 0 ആയിരിക്കും. ആ കാര്യം കൂടി ഓർത്ത് വയ്ക്കാം. പിന്നെ ബെൻഡിങ് മൊമെന്റ് ഓൾറെഡി നമ്മൾ എഴുതിയതായിരുന്നു. വീണ്ടും ബെൻഡിങ് മൊമെന്റ് വരയ്ക്കാൻ വേണ്ടി എപ്പോഴും നമുക്ക് കിട്ടിയ ഡയഗ്രത്തിന്റെ നേരെ താഴെയാണ് നമ്മൾ ഷിയർ ഫോഴ്സ് ഡയഗ്രാം ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വരയ്ക്കാം. എവിടേക്കാണ് ലോഡ് ആക്ട് ചെയ്യുന്നത് ആ ലോഡ് എന്നെല്ലാം നമ്മൾ ഡയറക്റ്റ് സ്ട്രേറ്റ് ഡൗൺവേർഡ് ആയിട്ട് ലൈൻസ് എക്സ്റ്റെൻഡ് ചെയ്യും. ആൻഡ് വി വിൽ ഡ്രോ ദ ബെൻഡിങ് മൊമെന്റ് ആൻഡ് ഷിയർ ഫോഴ്സ് ഡയഗ്രാം. ഓക്കെ, നമ്മൾ ഏകദേശം ഒരു പെട്ടെന്ന് വരച്ചുകൊണ്ടാണ് ഇവിടെ മാറ്റി വരയ്ക്കാം. നമ്മുടെ ഫോഴ്സ് ഉണ്ട്, we got a central force, we got a reaction here, and shear force diagram will be like this. Okay, and next we will be drawing the bending moment diagram. 1 minute. So again we got a reference line and the bending moment at the end point എപ്പോഴും 0 ആയിരിക്കും. ആ 2 പോയിന്റ് മാർക്ക് ചെയ്തു. ഇനി ആ കൂടി നമുക്ക് മാർക്ക് ചെയ്ത് എവിടെയെങ്കിലും ഫോഴ്സിന്റെ വേരിയേഷൻസ് വരുന്നുണ്ടോ അവിടെ മാത്രം നമുക്ക് ബെൻഡിങ് മൊമെന്റ് മാർക്ക് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. സെൻട്രൽ ഒരു ഫോഴ്സ് ഉണ്ട്, ആ പോയിന്റിലെ ബെൻഡിങ് മൊമെന്റ് മാത്രം നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. സോ ടു കാൽക്കുലേറ്റ് ദ ബെൻഡിങ് മൊമെന്റ് അറ്റ് ദിസ് പോയിന്റ് ഐ ഗോട്ട് 2 പോസിബിലിറ്റി. ഒന്നെങ്കിൽ ആണെങ്കിൽ ലെഫ്റ്റ് സൈഡിലെ ബെൻഡിങ് മൊമെന്റ് കാൽക്കുലേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ എനിക്ക് റൈറ്റ് സൈഡിലെ ബെൻഡിങ് മൊമെന്റ് കാൽക്കുലേറ്റ് ചെയ്യാം. രണ്ടും നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ഇപ്പോ RBയുടെയും വാല്യൂ ഇവിടെ 2 kN, ഡിസ്റ്റൻസ് 5 മീറ്റർ, ഇതും 5 മീറ്റർ. ഓക്കെ, അപ്പൊ ഞാൻ ഫസ്റ്റ് RHS ആണ് റൈറ്റ് ഹാൻഡ് സൈഡ് വെച്ചിട്ടാണ് ഞാൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. റൈറ്റ് ഹാൻഡ് സൈഡ് വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നു. അതാണ് നമ്മുടെ പോയിന്റിന്റെ റൈറ്റ് ഹാൻഡ് സൈഡ്. റൈറ്റ് ഹാൻഡ് സൈഡിൽ ഉണ്ടാവുന്ന മൊമെന്റ് എന്താന്ന് നോക്കാം. റൈറ്റ് ഹാൻഡ് സൈഡിലാണ് മൊമെന്റ്. റൈറ്റ് ഹാൻഡ് എത്രയൊക്കെ ഫോഴ്സ് ഉണ്ട്. ഈ പോയിന്റ് റൈറ്റ് സൈഡിലുള്ള ഫോഴ്സുകൾ ഓൺലി 2 kN ആണ്. ഈ പോയിന്റ് റൈറ്റ് സൈഡിലുള്ള ഫോഴ്സ്, അതുകൊണ്ട് ഉണ്ടാവുന്ന മൊമെന്റ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ അതിനുണ്ടാവുന്ന മൊമെന്റ് എന്ന് പറയുന്നത് 2 × 5 ആണ്. kN ആയതുകൊണ്ട് ഇൻറ്റു വേണമെങ്കിൽ 10³ കൂടിയും പറയാം. ഓക്കെ, ദാറ്റ്സ് ഈക്വൽ ടു 10 ന്യൂട്ടൺ 10 kN മീറ്റർ, അല്ലെങ്കിൽ 10 × 10³ അതായത് 10⁴ ന്യൂട്ടൺ മീറ്റർ എന്ന് എഴുതാം. ഇനി ഇതിന്റെ ഡയറക്ഷൻ കൂടി എഴുതണം. വിത്ത് റെസ്പെക്ട് ടു ദിസ് പോയിന്റ് എന്ത് ഡയറക്ഷൻ ആണ് ഇത് ക്രിയേറ്റ് ചെയ്യുന്നത്? വിത്ത് റെസ്പെക്ട് ടു സെന്റർ പോയിന്റ് വാട്ട് ഈസ് ദ ഡയറക്ഷൻ ക്രിയേറ്റ് ബൈ ദിസ് ഫോഴ്സ്? ക്രിയേറ്റിംഗ് എ
ക്ലോക്ക് റൊട്ടേറ്റ് ചെയ്യണം അതേ ഡയറക്ഷനിലാണ് റൊട്ടേറ്റ് ചെയ്യണം അല്ല, ഇറ്റ് ഈസ് ഓപ്പോസിറ്റ് ടു ദ ഡയറക്ഷൻ ഓഫ് ദ ക്ലോക്ക് റൊട്ടേറ്റിംഗ്. സോ ഇറ്റ് ഈസ് ക്രിയേറ്റിംഗ് എ കൗണ്ടർ ക്ലോക്ക് വൈസ് മൊമെന്റ്. നമുക്ക് ഈ കൗണ്ടർ ക്ലോക്ക് വൈസ് ആണോ ക്ലോക്ക് വൈസ് ആണോ അതിന്റെ ആവശ്യമില്ല. ആവശ്യം നമ്മുടെ എയിം വെദർ ദിസ് മൊമെന്റ് ഈസ് പോസിറ്റീവ് ഓർ നെഗറ്റീവ്. ഈ മൊമെന്റിന്റെ വാല്യൂ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് പഠിക്കുക മാത്രമല്ലോ. അപ്പൊ നമ്മുടെ റൂൾ നോക്കുക. നമ്മുടെ റൂൾ പ്രകാരം റൈറ്റ് സൈഡിൽ ഒരു കൗണ്ടർ ക്ലോക്ക് വൈസ് മൊമെന്റ് ഉണ്ടാവുകയാണെങ്കിൽ, റൈറ്റ് സൈഡിൽ ഒരു ബീമിന്റെ റൈറ്റ് സൈഡിൽ കൗണ്ടർ ക്ലോക്ക് വൈസ് മൊമെന്റ് ഉണ്ടാവണമെങ്കിൽ ഇറ്റ് വിൽ ട്രീറ്റഡ് ആസ് എ പോസിറ്റീവ് ബെൻഡിങ് മൊമെന്റ്. ഒരു ബീമിന്റെ റൈറ്റ് സൈഡിൽ ബീമിന്റെ റൈറ്റും ലെഫ്റ്റും സൈഡുകൾ റൈറ്റ് സൈഡിൽ കൗണ്ടർ ക്ലോക്ക് വൈസ് മൊമെന്റ് ഉണ്ടാവുകയാണെങ്കിൽ വിൽ ബി ട്രീറ്റിംഗ് ഇറ്റ് ആസ് എ പോസിറ്റീവ് മൊമെന്റ്. സോ സിമിലർ അതേപോലെ തന്നെ ഒരു ബീമിന്റെ റൈറ്റ് സൈഡിൽ ക്ലോക്ക് വൈസ് മൊമെന്റ് ഉണ്ടാവണമെങ്കിൽ വിൽ ബി ട്രീറ്റിംഗ് ഇറ്റ് ആസ് എ നെഗറ്റീവ് ബെൻഡിങ് മൊമെന്റ്. ഓക്കെ, അപ്പൊ നമുക്ക് പോസിറ്റീവ് ബെൻഡിങ് മൊമെന്റും ഉണ്ട്, നെഗറ്റീവ് ബെൻഡിങ് മൊമെന്റും ഉണ്ട്. അപ്പൊ നമ്മൾ ഇതിന്റെ വാല്യൂ പോസിറ്റീവ് ആണെന്ന് മനസ്സിലായി റൈറ്റ് ഹാൻഡ് സൈഡ് ചെയ്തിട്ട്. നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് കൊണ്ട് ചെയ്ത് നോക്കാം. LHS ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ചെയ്യുമ്പോൾ എന്തായിരിക്കും? ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഈ പോയിന്റ് ലെഫ്റ്റ് സൈഡിലുള്ള ഫോഴ്സ് പറയുന്നത് ഇറ്റ്സ് എ 2 kN ഫോഴ്സ്. മൊമെന്റ് എന്ന് പറയുന്നത് ഫോഴ്സ് ഇൻ ഡിസ്റ്റൻസ് ആണ്. അപ്പൊ 2 × 10⁻³ × 5 ഡിസ്റ്റൻസ് ഈക്വൽ ടു 10 × 10⁴ Nm is the moment. ക്രിയേറ്റ് ചെയ്ത മൊമെന്റ് വിത്ത് റെസ്പെക്ട് ടു ദിസ് പോയിന്റ് എന്ത് മൊമെന്റ് ആണ് നോക്കുക. ഇത് ക്ലോക്ക് റൊട്ടേറ്റ് ചെയ്യണ സെയിം ഡയറക്ഷൻ ആണോ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണോ? സെന്ററിൽ നീഡിൽ ഫിക്സ് ചെയ്തിട്ട് ഒരു നീഡിൽ ഇങ്ങനെ വെച്ചാൽ ആ നീഡിൽ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യണം. ദാറ്റ്സ് കോൾഡ് ക്ലോക്ക് വൈസ് മൊമെന്റ്. സോ വിൽ ബി കോളിംഗ് ഇറ്റ് ആസ് എ ക്ലോക്ക് വൈസ് മൊമെന്റ്. നമുക്ക് ക്ലോക്ക് വൈസ് ആണോ ആന്റി ക്ലോക്ക് വൈസ് ആണോ എന്നുള്ള ആവശ്യം. യു വാണ്ട് ടു നോ വെദർ ഇറ്റ്സ് എ പോസിറ്റീവ് ഓർ നെഗറ്റീവ് ബെൻഡിങ് മൊമെന്റ്. സോ ഒരു ബീമിന്റെ ലെഫ്റ്റ് സൈഡിൽ ക്ലോക്ക് വൈസ് മൊമെന്റ് ആണെങ്കിൽ വിൽ ബി ട്രീറ്റിംഗ് ഇറ്റ് ആസ് എ പോസിറ്റീവ് ബെൻഡിങ് മൊമെന്റ് നമ്മുടെ റൂൾ പ്രകാരം. സോ വിൽ ബി മാർക്കിംഗ് ഇറ്റ് ആസ് എ പോസിറ്റീവ് ബെൻഡിങ് മൊമെന്റ്. അപ്പൊ ലെഫ്റ്റ് സൈഡ് ചെയ്തിട്ടും റൈറ്റ് സൈഡ് ചെയ്തിട്ടും എനിക്ക് സെയിം ആൻസർ തന്നെ കിട്ടിയത്. അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് 10,000 Nm ആണ്. അപ്പൊ ഞാൻ സെന്റർ പോയിന്റ് മാർക്ക് ചെയ്തു. ഒരേ ഒരു പോയിന്റ് 10,000 കറസ്പോണ്ടിങ് ആയിട്ടുള്ള പോയിന്റ് മാർക്ക് ചെയ്തു. അത് വെച്ചിട്ട് ഞാൻ ഒരു ബെൻഡിങ് മൊമെന്റ് ഡയഗ്രം വരച്ചു, ഷെയ്ഡ് ചെയ്തു. ഇത്രയും കാര്യങ്ങൾ ചെയ്താലാണ് നമ്മുടെ ഒരു ഷിയർ ഫോഴ്സ് ആൻഡ് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രം എന്നുള്ള ടോപ്പിക് അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആവുക. ഓക്കെ, വലിയ കുഴപ്പമൊന്നുമില്ല വിചാരിക്കുന്നു. ഇനി നമുക്ക് കുറച്ച് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കുറച്ച് ഷേപ്പുകളും അതിന്റെ ഡെറിവേഷൻസും പഠിക്കാനുണ്ട്. ഓരോ ഫോഴ്സിനും ഏത് ടൈപ്പിലാണ് ബെൻഡിങ് മൊമെന്റിന്റെ ഷേപ്പ് വരിക. ഓക്കെ, അതിനു മുന്നേ നമുക്കൊരു ഹോംവർക്ക് ഉണ്ട്. റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ലോഡ് ഇന്റൻസിറ്റി, ഷിയർ ഫോഴ്സ് ആൻഡ് ബെൻഡിങ് മൊമെന്റ്. 5 മാർക്കിന് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുള്ള ഒരു കുഞ്ഞു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നിങ്ങൾ ഇന്ന് തന്നെ പോയിട്ട് നാളേക്ക് സബ്മിറ്റ് ചെയ്യാം. റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഷിയർ ഫോഴ്സ്, ബെൻഡിങ് മൊമെന്റ് ആൻഡ് ലോഡ് ഇന്റൻസിറ്റി. ലോഡ് അതിൽ നിന്ന് ഷിയർ ഫോഴ്സ് ആവും, പിന്നെ അത് ബെൻഡിങ് മൊമെന്റ് ആവും. ഇത് ഇന്ന് തന്നെ ടെക്സ്റ്റ് ബുക്കുകളിൽ നോക്കിയിട്ട് എഴുതാം. 5 മാർക്സിന്റെ ക്വസ്റ്റ്യൻ അത്രേ ചോദിക്കാറുള്ളൂ. അതിനുള്ള എഴുതിയാൽ മതി. ചെറിയ ഡെറിവേഷൻ ആണ്, ഒരു 5-6 സ്റ്റെപ്പ് ഉണ്ട്, അത്രേ ഉള്ളൂ. ഓക്കെ, അടുത്ത നമ്മൾ കുറച്ച് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ബീംസും അല്ലെങ്കിൽ ടൈപ്സ് ഓഫ് ബീംസ് അല്ലെങ്കിൽ ടൈപ്സ് ഓഫ് സപ്പോർട്ടും അതിൽ ആക്ട് ചെയ്യുന്ന സ്റ്റാൻഡേർഡ് ലോഡുകളും അതിൽ എങ്ങനെയാണ് ഷിയർ ഫോഴ്സ് ഡയഗ്രത്തിന് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രത്തിന് ഷേപ്പ് എങ്ങനെയാണ് നമുക്ക് വരയ്ക്കേണ്ട. ഒരു പോയിന്റ് നമുക്ക് അറിയാവുന്ന 2-3 പോയിന്റുകളാണ്. 2 പോയിന്റുകൾ നമ്മൾ കണക്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് സ്ട്രേറ്റ് ലൈൻ വരയ്ക്കാം, കർവ്ഡ് ലൈൻ വരയ്ക്കാം, അല്ലെങ്കിൽ ഇൻക്ലൈൻ ലൈൻ വരയ്ക്കാം, അല്ലെങ്കിൽ സ്ക്വയർ ആയിട്ട് വരയ്ക്കുന്നത് വരയ്ക്കാം. അത് എങ്ങനത്തെ ഷേപ്പുകളാണ് നമുക്ക് വരിക എന്നുള്ള പഠിക്കുന്നതാണ്. ഇനി കുറച്ച് സ്റ്റാൻഡേർഡ് ലോഡുകളും സ്റ്റാൻഡേർഡ് ബീമുകളും നമുക്ക് അനലൈസ് ചെയ്യാനുണ്ട്. ഓക്കെ, ആദ്യം നമുക്ക് വരുന്നത് എ കാൻഡിലിവർ ബീം സബ്ജക്റ്റഡ് ടു കോൺസെൻട്രേറ്റഡ് ലോഡ് അറ്റ് ദ ഫ്രീ എൻഡ്. അപ്പൊ അതിന്റെ കൂടെ ഞാൻ ഒരു ബെൻഡിങ് മൊമെന്റ് ഡയഗ്രം ഷിയർ ഫോഴ്സ് ഡയഗ്രം വരച്ചിട്ടുണ്ട്. ഓക്കെ, നോട്ടെ നമുക്ക് ഷേപ്പ് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രം ഷിയർ ഫോഴ്സ് ഡയഗ്രം വരച്ചത്. ഓക്കെ, അപ്പൊ ഈ കാൻഡിലിവറിന്റെ റൈറ്റ് സൈഡ് സപ്പോർട്ടഡ് ആണ്, ലെഫ്റ്റ് എൻഡിലാണ് ലോഡ് ആക്ട് ചെയ്യുന്നത്. അപ്പൊ ഷിയർ ഫോഴ്സ് ഡയഗ്രം വരയ്ക്കാൻ വേണ്ടി നമ്മൾ ആദ്യം ഒരു റെഫറൻസ് ലൈൻ വരയ്ക്കുന്നു. ഒരു പോലെ നമ്മൾ ഏതാ പോയിന്റ് ആണ് അനലൈസ് ചെയ്യുന്നത് ആ പോയിന്റ് റൈറ്റ് സൈഡും ലെഫ്റ്റ് സൈഡും നോക്കുന്നു. അപ്പോൾ നമുക്ക് ഈ പോയിന്റ് ആണ് കിട്ടേണ്ടത്.
അപ്പൊ അതിന്റെ തൊട്ട് റൈറ്റ് സൈഡിലെ പോയിന്റ് എടുത്തു. അതിന്റെ ലെഫ്റ്റ് സൈഡിലെ ഫോഴ്സ് ഡൗൺവേർഡ്, റൈറ്റ് സൈഡിൽ ഓട്ടോമാറ്റിക്കലി ഒരു റിയാക്ഷൻ വരും, ദാറ്റ് വിൽ ബി മൂവിങ് ഇൻ ദ അപ്വേർഡ് ഡയറക്ഷൻ. അപ്പൊ നമ്മുടെ ഓട്ടോമാറ്റിക്കലായിട്ട് നമ്മുടെ ഷിയർ ഫോഴ്സ് ഡയഗ്രാം ഇറ്റ് വിൽ ബി നെഗറ്റീവ് ഷിയർ ഫോഴ്സ് ഡയഗ്രാം. ഓക്കെ, എന്തുകൊണ്ടാണ് ഈ നെഗറ്റീവ് എന്നുള്ള വാല്യൂ വന്നതെന്ന് ഞാൻ പറയുന്നത്, നമ്മൾ ഒരു പോസിറ്റീവ് ഷിയർ ഫോഴ്സ് ഡയഗ്രാം, നെഗറ്റീവ് ഷിയർ ഫോഴ്സ് ഡയഗ്രാം ഉണ്ട്, ചോദിക്കാറുണ്ട്, ഗേറ്റിനൊക്കെ ചോദിക്കാറുണ്ട്, കാൻഡിലിവർ ബീം വിത്ത് point load the free end got a positive shear force diagram, negative shear force diagram, no shear force diagram, അല്ലെങ്കിൽ zero shear force diagram. നാല് ഓപ്ഷൻസ്, none of the above എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ a cantilever beam with a point load at the free end got a negative shear force diagram. നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്, ഒരു പോയിന്റ് ലോഡ് ഉണ്ട്, അപ്പൊ നമുക്ക് ഈ പോയിന്റിലെ ഷിയർ ഫോഴ്സ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് അറിയണം. നമ്മൾ ആ പോയിന്റ് തൊട്ട് റൈറ്റ് സൈഡിലെ പോയിന്റ് എടുത്ത് അനലൈസ് ചെയ്തു. ആ പോയിന്റ് ലെഫ്റ്റ് സൈഡിലേക്ക് ഡൗൺവേർഡ് ഫോഴ്സ്, റൈറ്റ് സൈഡിലേക്ക് ഒരു ഫോഴ്സ് ഒന്നും വേറെ എക്സ്ട്രാ ഫോഴ്സുകളൊന്നുമില്ല. സോ ഓട്ടോമാറ്റിക്കലി നമ്മളിത് വാളിൽ ഫിക്സ് ചെയ്തേക്കാണ്. വാളിൽ ഇറ്റ് വിൽ ക്രിയേറ്റ് എ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് എമൗണ്ട് ഓഫ് റിയാക്ഷൻ. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ഷിയർ ഫോഴ്സ് ഇസ് എ നെഗറ്റീവ് വാല്യൂ. സോ നമുക്ക് ആദ്യം ഒരു ബേസ് ലൈൻ വരച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ. ഫ്രം ദ ബേസ് ലൈൻ വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് ഡബ്ല്യു, ഡബ്ല്യുവിന്റെ വാല്യൂ എത്രയാണെന്ന് മെഷർ ചെയ്തു, അത് നമുക്ക് താഴേക്ക് മാർക്ക് ചെയ്തു. ആൻഡ് ഫ്രം ദിസ് പോയിന്റ് ടു എൻഡ് പോയിന്റ് വേറെ എക്സ്ട്രാ ഫോഴ്സുകളൊന്നുമില്ല. സോ വിൽ ബി ട്രീറ്റിംഗ് ഇറ്റ് ആസ് എ സ്ട്രെയിറ്റ് ലൈൻ. ആൻഡ് ഫ്രം ദ എൻഡ് ഇവിടെ ഒരു റിയാക്ഷൻ ഫോഴ്സ് ഉണ്ടായിരിക്കും. എത്രയാണോ ഇവിടെ ഫോഴ്സ് വന്നത് അതിലെല്ലാം നമുക്ക് കാൻഡിലിവറിന്റെ എൻഡ് പോയിന്റിൽ റിയാക്ഷൻ ഫോഴ്സ് ഉണ്ടായിരിക്കും. സോ വി ക്യാൻ ക്ലോസ് ദ ഷിയർ ഫോഴ്സ് ഡയഗ്രാം ബൈ ഡ്രോയിങ് ആൻ അപ്വേർഡ് ലൈൻ. നമുക്ക് ഷിയർ ഫോഴ്സ് ഡയഗ്രാം വരയ്ക്കാം. ഓക്കെ, ഇവിടുന്ന് ഏത് പോയിന്റ് എടുത്താലും നമുക്ക് ഷിയർ ഫോഴ്സ് ഡയഗ്രാം, ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വരയ്ക്കാൻ വേണ്ടിയിട്ട് ഡെറിവേഷൻ ചെയ്യുമ്പോൾ നമ്മൾ ഒരു സെക്ഷൻ കൺസിഡർ ചെയ്യും. അറ്റ് എ ഡിസ്റ്റൻസ് എക്സ് ഫ്രം ദ ഫ്രീ എൻഡ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു എൻഡിൽ നിന്ന് ഒരു സെക്ഷൻ കൺസിഡർ ചെയ്തിട്ട് അവിടുത്തെ മൊമെന്റും അവിടുത്തെ ഷിയർ ഫോഴ്സും അനലൈസ് ചെയ്തിട്ടാണ് നമ്മൾ ഡെറിവേഷൻ പറയുക. അപ്പൊ ഇതിലും അതേപോലെ തന്നെ നമ്മൾ ഫ്രീ എൻഡിൽ നിന്ന് അറ്റ് എ ഡിസ്റ്റൻസ് എക്സ് വിൽ ബി കൺസിഡറിങ് എ സെക്ഷൻ എക്സ് എക്സ്. ആൻഡ് വാട്ട് ഈസ് ദ ഷിയർ ഫോഴ്സ് അറ്റ് ദിസ് പോയിന്റ്, ഈ പോയിന്റിലെ ഷിയർ ഫോഴ്സ് എത്രയാണെന്ന് നോക്കി ആ പോയിന്റ് അനലൈസ് ചെയ്തു. ആ പോയിന്റിൽ ലെഫ്റ്റ് സൈഡിലെ ഫോഴ്സ് ഡൗൺവേർഡ് ആണ്, റൈറ്റ് സൈഡിലെ ഫോഴ്സുകളൊന്നുമില്ല, റിയാക്ഷൻ വരും, ഇറ്റ് വിൽ ബി അപ്വേർഡ്. സോ ഇറ്റ്സ് എ നെഗറ്റീവ് ഷിയർ ഫോഴ്സ് ഡയഗ്രാം. അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് ഡബ്ല്യു ആണ്. അപ്പൊ അതാണ് ആദ്യത്തെ സ്റ്റെപ്പ്, ടോട്ടൽ ഷിയർ ഫോഴ്സ് ഈക്വൽ ടു മൈനസ് ഡബ്ല്യു. ഓക്കെ, ഇനി അടുത്തത് ബെൻഡിങ് മൊമെന്റ്. നമ്മൾ അതേപോലെ തന്നെ സെക്ഷൻ കൺസിഡർ ചെയ്തു. ഈ സെക്ഷനിലെ ബെൻഡിങ് മൊമെന്റ് എത്രയായിരിക്കും, അത് ഈ പോയിന്റിലെ മൊമെന്റ് കാൽക്കുലേറ്റ് ചെയ്യണം. ഈ പോയിന്റിൽ എനിക്ക് മൊമെന്റ് കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, റൈറ്റ് സൈഡിൽ ഫോഴ്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ലെഫ്റ്റ് സൈഡ് മാത്രമേ കൺസിഡർ ചെയ്യണുള്ളൂ. ലെഫ്റ്റ് സൈഡിലെ മൊമെന്റ് എത്രയായിരിക്കും? അപ്പൊ ലെഫ്റ്റ് സൈഡിൽ ഒരു ഫോഴ്സ് ഉണ്ട്, ഡബ്ല്യു ആണ്. ഈ ഡബ്ല്യു കൊണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന മൊമെന്റ് എത്രയായിരിക്കും? മൊമെന്റ് എന്ന് പറയുന്നത് ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് ആണ്. അപ്പൊ അറ്റ് ദിസ് പോയിന്റ് ദ മൊമെന്റ് വിൽ ബി ഡബ്ല്യു ഇൻറ്റു എക്സ്. അറ്റ് ദിസ് പോയിന്റ് മൊമെന്റ് വിൽ ബി ഡബ്ല്യു ഇൻറ്റു എക്സ്. പിന്നെ ഈ മൊമെന്റിന്റെ വാല്യൂ എക്സിന്റെ വാല്യൂ മാറുന്നതനുസരിച്ച് എങ്ങനെ വാരി ചെയ്യുന്നു നോക്കുക. ഇഫ് എക്സ് ഈക്വൽ ടു 0, മൊമെന്റ് വാല്യൂ ഡബ്ല്യു ഇൻറ്റു എക്സ് ആണ് മനസ്സിലായി. ഇഫ് എക്സ് ഈക്വൽ ടു 0, എക്സിന്റെ വാല്യൂ 0 ആകുമ്പോൾ, എക്സിന്റെ വാല്യൂ 0 ആകുമ്പോൾ നമ്മുടെ സെക്ഷൻ എവിടേക്ക് എത്തും? എക്സിന്റെ വാല്യൂ 0 ആകുമ്പോൾ നമ്മുടെ സെക്ഷൻ ഈ എൻഡിലേക്ക് എത്തും. ഇഫ് എക്സ് ഈക്വൽ ടു 0, ഡബ്ല്യു ഇൻറ്റു 0, സോ മൊമെന്റ് ഈക്വൽ ടു 0 ആയിരിക്കും. ഓക്കെ, ഇനി അടുത്തത് എന്ത് ചെയ്യും? നെക്സ്റ്റ് വൺ വെൻ എക്സ് ഈക്വൽ ടു എൽ, അതായത് നമ്മുടെ മാക്സിമം മൊമെന്റ് എത്രയാണെന്ന് നോക്കാൻ വേണ്ടിട്ട് ഈ എക്സ് ഈ എൻഡ് വരെ മൂവ് ചെയ്തു. അപ്പൊ എത്രയായിരിക്കും മൊമെന്റ്? എക്സിന്റെ വാല്യൂ വിൽ ബിക്കം എൽ, മൊമെന്റ് ഈക്വൽ ടു മൈനസ് ഡബ്ല്യു ഇൻറ്റു എൽ. സോ മൊമെന്റ് ഈസ് വേരിയിങ് വിത്ത് റെസ്പെക്ട് ടു ലെങ്ത്, ലീനിയർലി വേരിയിങ്. എക്സിന്റെ വാല്യൂ കൂടുന്നതനുസരിച്ച് മൊമെന്റും അതേപോലെ തന്നെ കൂടും. അപ്പൊ നമ്മളൊരു ഗ്രാഫ് വരയ്ക്കുമ്പോൾ എക്സ് ആക്സിലും വൈ ആക്സിലും വാല്യൂ ഒരേപോലെ കൂടുകയാണെങ്കിൽ നമ്മൾ എങ്ങനെ ഗ്രാഫ് വരയ്ക്കാം? എക്സിലും വൈയിലും വാല്യൂ ഒരേപോലെ കൂടുകയാണെങ്കിൽ എക്സ് ഈക്വൽ ടു 1, വൈ ഈക്വൽ ടു 1, എക്സ് ഈക്വൽ ടു വൈ ഈക്വൽ ടു, അല്ലെങ്കിൽ ഇപ്പൊ ഒരു മൾട്ടിപ്ലിക്കേഷൻ എക്സ് ഈക്വൽ ടു എക്സ് വൈ ഇട്ടാ, എക്സ് വൈ, എക്സ് ഈക്വൽ ടു 1, വൈ ഈക്വൽ ടു 2, എക്സ് ഈക്വൽ ടു വൈ ഈക്വൽ ടു 4, എക്സ് ഈക്വൽ ടു 3, വൈ ഈക്വൽ ടു 6. ഇങ്ങനെയൊക്കെ വരികയാണെങ്കിൽ ഹൗ വി വിൽ ബി ഡ്രോയിങ് ദ ഗ്രാഫ്? ഇറ്റ് വിൽ ബി എ സ്ട്രെയിറ്റ് ലൈൻ. സെയിം സ്കെയിൽ ആണെങ്കിൽ കറക്റ്റ് സെന്ററിൽ കൂടെ പോകുന്ന സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും, അല്ലെങ്കിൽ കുറച്ച് ഇങ്ങോട്ടോ ഒക്കെ മൂവ് ചെയ്തിരിക്കുന്ന സ്ട്രെയിറ്റ് ലൈൻസ് ആയിരിക്കും. സിമിലർലി നമ്മുടെ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രത്തിന്റെ ഷേപ്പും ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും, അല്ലെങ്കിൽ ഒരു ട്രയാങ്കുലർ ഷേപ്പ് ആയിരിക്കും.
ഒരു പോയിന്റ് ലോഡ് വരുമ്പോൾ ഉണ്ടാവുന്ന ബെൻഡിങ് മൊമെന്റ് ഷേപ്പ്. അപ്പോൾ ഇതിന് രണ്ട് കാര്യങ്ങൾ പഠിക്കാനുള്ളത്. ഒന്ന്, ബെൻഡിങ് മൊമെന്റ് ഡയഗ്രത്തിന് ഷിയർ ഫോഴ്സ് ഡയഗ്രത്തിന് ഷേപ്പ് എന്തായിരിക്കും. ഒരു പോയിന്റ് ലോഡ് വരുമ്പോൾ ഷിയർ ഫോഴ്സ് ഡയഗ്രാം റെക്ടാംഗിൾ ആയിരിക്കും, ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം ട്രയാംഗിൾ ആയിരിക്കും ഷേപ്പ്. നമുക്ക് കിട്ടുന്ന പോയിന്റ്സ് ജോയിൻ ചെയ്യുമ്പോൾ ആ പോയിന്റ് ക്രിയേറ്റ് ആവാൻ എടുത്ത മൊമെന്റ് പോയിന്റ് ലോഡ് മാത്രമാണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഷിയർ ഫോഴ്സ് ഡയഗ്രത്തിന്റെ ഷേപ്പ് റെക്ടാംഗിൾ ആയിരിക്കും. അതേപോലെ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രത്തിന്റെ ഷേപ്പ് ഇറ്റ് വിൽ ബി ട്രയാംഗിൾ ആയിരിക്കും. അതുകൊണ്ടാണ് നമ്മുടെ ഇനീഷ്യൽ ബെൻഡിങ് മൊമെന്റ് 0, നമുക്ക് ആ രണ്ടേ പോയിന്റ് ഉള്ളൂ. ഇനീഷ്യൽ ബെൻഡിങ് മൊമെന്റ് 0, ഫൈനൽ ബെൻഡിങ് മൊമെന്റ് W/L. ഈ രണ്ട് പോയിന്റും കൂടി ജോയിൻ ചെയ്യുന്ന ലൈൻ ഇറ്റ് വിൽ ബി എ സ്ട്രെയിറ്റ് ലൈൻ. ലീനിയർലി വേരിയിങ് ആണ്. ലെങ്ത് കൂടുന്നതനുസരിച്ച് ബെൻഡിങ് മൊമെന്റും കൂടിക്കൊണ്ടിരിക്കും. അതുകൊണ്ടാണ് ഞാനത് സ്ട്രെയിറ്റ് ലൈൻ വെച്ച് ജോയിൻ ചെയ്തത്. നമുക്ക് പഠിക്കാനുള്ളത് ഒന്ന് ഇതിന്റെ ഷേപ്പ് ട്രയാംഗിളും റെക്ടാംഗിളും, രണ്ടാമത്തെ ഈ വാല്യൂ cantilever beam with the point load at the free end. The value of the bending moment equal to W/L. ഇത് നമ്മൾ പഠിച്ച് ഇനിയുള്ള പ്രോബ്ലത്തിൽ ഉപയോഗിച്ച് മനസ്സിൽ കയറണം. ഇപ്പൊ തന്നെ വായിച്ച് പഠിച്ച് W/L എന്ന് പറഞ്ഞിട്ട് പഠിക്കാനല്ല പറയുന്നത്. ഇനി അങ്ങോട്ട് ചെയ്യുന്ന പ്രോബ്ലത്തിലൊക്കെ നമ്മൾ വീണ്ടും ഉപയോഗിച്ച് ഈ MOS എന്നുള്ള ടോപ്പിക് കയ്യാറാവുമ്പോഴേക്കും നമ്മുടെ മനസ്സിൽ അത് കയറണം. cantilever beam with the point load at the free end, bending moment value W/L എന്നാണ്. ഓക്കെ, അപ്പോ അത് ഓക്കെ. ഇനി നെക്സ്റ്റ് വന്നത് cantilever beam with UDL. UDLന്റെ പേര് ഫുൾ നെയിം എന്തായിരുന്നു? UDLന്റെ പേര് UDLന്റെ ഫുൾ ഫോം എന്തായിരുന്നു? നമുക്ക് അവിടെ ചാറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്ത് ചെയ്യാട്ടോ, എനിക്ക് കാണാനൊക്കെ പറ്റും. What is the full form of UDL? ഓരോരുത്തരുടെ പേര് വിളിച്ചു ചോദിക്കണം. യൂണിഫോം ഡിസ്ട്രിബ്യൂട്ടർ ലോഡ്. ഓക്കെ, താങ്ക് യു. അപ്പോ ഒരു cantilever beam with UDL, അതും എൻറ്റയർ സ്പാൻ ഉണ്ട്. സ്പാൻ എന്ന് പറഞ്ഞാൽ അതിന്റെ ലെങ്ത്, എൻറ്റയർ സ്പാൻ, അതിന്റെ ലെങ്ത് ത്രൂ ഔട്ട്. ഇതൊരു cantilever beam, അതിന്റെ ലെങ്ത് പറഞ്ഞാൽ ഈ പോയിന്റ് മുതൽ ഈ പോയിന്റ് വരെയാണ്. ത്രൂ ഔട്ട് ദ ലെങ്ത് ഇറ്റ് ഗോട്ട് എ UDL. അങ്ങനെയാണെങ്കിൽ അതിന്റെ നമ്മൾ ബെൻഡിങ് മൊമെന്റ് ആണ് ഷിയർ ഫോഴ്സ് ഡയഗ്രത്തിന്റെ ഷേപ്പ് എന്തായിരിക്കും, അതിന്റെ വാല്യൂ എന്തായിരിക്കും, ഈ രണ്ട് കാര്യങ്ങൾ ഇനി പഠിക്കാൻ പോകും. ഓക്കെ, ആദ്യം നമ്മുടെ ഫിഗർ വരട്ടെ. ഇറ്റ്സ് എ cantilever beam with UDL. ഓക്കെ, അതേപോലെ തന്നെ നമ്മൾ ഒരു സെക്ഷൻ കൺസിഡർ ചെയ്തു അറ്റ് എ ഡിസ്റ്റൻസ് x ഫ്രം ദ ഫ്രീ എൻഡ്. ഈ UDLന്റെ വാല്യൂ വന്നിട്ടുണ്ട് W/യൂണിറ്റ് ലെങ്ത്. അതായത് വേണമെങ്കിൽ 5 kN/m എന്നൊക്കെ പറയാം. അതാണ് W എന്ന് പറയുന്നത് വെയിറ്റ് ആയിരിക്കും പെർ യൂണിറ്റ് ലെങ്ത്. ഓക്കെ, UDLന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞ് ഇത് കഴിഞ്ഞാണ്. ഇനിയും ഇതിൽ എന്തെങ്കിലുമൊക്കെ ഡൗട്ട് UDL ലോഡുകളെ പറ്റി ഇനി എങ്ങനെയാ ഡിവൈഡ് ചെയ്യുക അതൊന്നും ഇനി പറയില്ല കേട്ടോ, കാരണം ഓൾറെഡി നമ്മൾ കഴിഞ്ഞിട്ടുള്ളതാണ്. അപ്പൊ ഇനി അതിൽ എന്തെങ്കിലും ഡൗട്ടുകൾ വെച്ച് കഴിഞ്ഞാൽ ഇൻഡിവിജ്വൽ ആയിട്ട് ചോദിക്കുക, വിളിച്ചു ചോദിക്കുക, അല്ലെങ്കിൽ വായിച്ചില്ല ഫോട്ടോ അയച്ചിട്ടോ എങ്ങനെയൊക്കെ ചോദിക്കും. ഓക്കെ, അപ്പോ ഇവര് തന്നിട്ടുണ്ട് ഇതിന്റെ വാല്യൂ എന്ന് പറയുന്നത് W/യൂണിറ്റ് ലെങ്ത് ആണ്. ഓക്കെ, അപ്പൊ അത്രയും ആയിക്കോട്ടെ. ഇതിന്റെ വാല്യൂ നമുക്കറിയാം W/യൂണിറ്റ് ലെങ്ത്. ഫസ്റ്റ് വിൽ ബി കാൽക്കുലേറ്റിംഗ് ദ ഷിയർ ഫോഴ്സ് അറ്റ് ദിസ് പോയിന്റ്. ഈ പോയിന്റിൽ ഷിയർ ഫോഴ്സ് എത്രയായിരിക്കുന്നു? ഈ പോയിന്റിലെ ഷിയർ ഫോഴ്സ് എത്രയായിരിക്കും? അപ്പോൾ നമ്മള് ഇതിന്റെ ലെഫ്റ്റ് സൈഡിലുള്ള ഫോഴ്സ് എന്താന്ന് നോക്കാം. ലെഫ്റ്റ് സൈഡിലുള്ള ഫോഴ്സ് എന്ന് പറയുന്നത് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡാണ്. അപ്പോൾ 5 kN/m, 5 kN ഒരു മീറ്ററിന് ലോഡ് ഉണ്ട്. ഇതിപ്പോ 10 മീറ്റർ ലെങ്ത്തിൽ ഉണ്ട് വെച്ചെങ്കിൽ അതിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 50 kN ആയിരിക്കും. അതിന്റെ വാല്യൂ 1 മീറ്റർ ആണെങ്കിൽ അതിന്റെ വാല്യൂ 5 kN ആയിരിക്കും. അതിന്റെ വാല്യൂ 2 മീറ്ററിനാണ് ആ ലോഡ് എടുക്കണമെങ്കിൽ അതിന്റെ വാല്യൂ വിൽ ബി 10 kN. സോ ആസ് ദ ലെങ്ത് ഇൻക്രീസസ് ദ ലോഡ് ഓൾസോ ഇൻക്രീസസ്. W/യൂണിറ്റ് ലെങ്ത്, യൂണിഫോം ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് നമ്മൾ എപ്പോഴും അങ്ങനെ സ്പെസിഫൈ ചെയ്യാം. ഒരു ലോഡ് പെർ യൂണിറ്റ് ലെങ്ത്. അപ്പൊ ലെങ്ത് ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് ദ ലോഡ് വിൽ ബി ഓൾസോ ഇൻക്രീസിങ്. അപ്പൊ നമുക്ക് ലെങ്ത്തിന്റെ സെയിം ഇന്റൻസിറ്റിയിൽ തന്നെയാണ് ലോഡും ഇൻക്രീസ് ചെയ്യുന്നത്, അല്ലേ? അപ്പൊ നമുക്ക് ഒരുപാട് ഈ ടോട്ടൽ ഡിസ്റ്റൻസ് ഇപ്പൊ ഒരു 5 ഉണ്ട് വെച്ചോ. സോ വിൽ ബി അനലൈസിങ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 3 meter. സോ ദ ലോഡ് വിൽ ബി പ്രൊപ്പോർഷണൽ ടു
3 meter. If we are moving to the support, fixed end move ചെയ്യുമ്പോൾ length increase ആവും, അതുപോലെ ലോഡും increase ആവും. അപ്പോൾ ലോഡ് എന്തിനു വെച്ച് increase ആണ്? ലോഡ് will be directly proportional to the length. നമ്മൾ ഒരു മോഡലും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബെൻഡിങ് മൊമെന്റ് ഈ കേസിൽ ബെൻഡിങ് മൊമെന്റ് ആയിരുന്നു ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ലെങ്ത് ആയിരുന്നു. ബെൻഡിങ് മൊമെന്റ് എങ്ങനെയായിരുന്നു? ബെൻഡിങ് മൊമെന്റ് വാല്യൂ W × X ആയിരുന്നു. അതുപോലെ ബെൻഡിങ് മൊമെന്റ് എക്സിന്റെ വാല്യൂ 0 ആകുമ്പോൾ ബെൻഡിങ് മൊമെന്റ് 0 ആയിരുന്നു. എക്സിന്റെ വാല്യൂ L ആയപ്പോൾ ബെൻഡിങ് മൊമെന്റ് L ആയി. എക്സിന്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് ബെൻഡിങ് മൊമെന്റും ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കും. ആ സെയിം കേസ് തന്നെയാണ് ഇവിടെ. ഇവിടെ അത് ബെൻഡിങ് മൊമെന്റ് അല്ല, ഇവിടെ അത് ഷിയർ ഫോഴ്സ് ആണ് ഇൻക്രീസ് ചെയ്യുന്നത്. ഷിയർ ഫോഴ്സിന്റെ വാല്യൂ എന്ന് പറയുന്നത് 5 kN/m ആണ്. അപ്പൊ ലെങ്ത് ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് ഷിയർ ഫോഴ്സ് ഇൻക്രീസ് ചെയ്യും, ലീനിയർലി ഇൻക്രീസസ്. ഓക്കെ, ലെങ്ത് എത്രയാണ് ഇൻക്രീസ് ചെയ്യുന്നത് അതിന്റെ ഒരു ഫാക്ടർ വെച്ചിട്ട് ഷിയർ ഫോഴ്സ് ഇൻക്രീസ് ചെയ്യും. ചിലപ്പോൾ അത് ഡബിൾ ആയിരിക്കും, ചിലപ്പോൾ അത് ഹാഫ് ആയിട്ടായിരിക്കും ഇൻക്രീസ് ആവുന്നുണ്ടാവുക. ഓക്കെ, സോ ദ ഷേപ്പ് ഓഫ് ദ ഷിയർ ഫോഴ്സ് ഡയഗ്രാം വിൽ ബി ട്രയാങ്കിൾ. ഓക്കെ, അല്ലെങ്കിൽ സ്ട്രെയിറ്റ് ലൈൻ വെച്ചിട്ടാണ് നമ്മളത് രണ്ട് പോയിന്റ്സുകൾ ജോയിൻ ചെയ്യുക. യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് വരുമ്പോൾ ഷിയർ ഫോഴ്സ് ഡയഗ്രത്തിന്റെ ഷേപ്പ് ഈസ് ട്രയാങ്കിൾ, അല്ലെങ്കിൽ we will be joining 2 points with a straight line. Okay, so we'll be analyzing to force again W × X. At X = 0, force will be 0. At X = L, force will be minus W × L. So as the length increases, the force will be also increases. So the force will be varying as a linear quantity. So we will be drawing as a straight line for joining the 2 points for force from 0 to force to W × L. Okay, the next one, bending moment. Again, we will consider another section, and we will be calculating the moment at the about this point. This point le left side la force inde moment എത്രയാണ്? Left side la force എത്രയായിരുന്നു? W × X ആയിരുന്നു. Left side la force പറയുന്നത് W × X ആയിരുന്നു left side la force. And it will be acting at the midpoint of the available force. Left side എത്ര ഫോഴ്സ് ഉണ്ടോ അതിന്റെ മിഡ് പോയിന്റിലായിട്ടായിരിക്കും അതിന്റെ നെറ്റ് ഇഫക്റ്റ് നമ്മൾ മൊമെന്റ് എടുക്കുമ്പോൾ കാൽക്കുലേറ്റ് ചെയ്യാം. ടോട്ടൽ ഫോഴ്സ് എത്ര ഉണ്ടെങ്കിലും മൊമെന്റ് എടുക്കാൻ ഫോഴ്സിന്റെ ഡിസ്റ്റൻസ് വേണം. അപ്പൊ നമുക്ക് ഈ ഫോഴ്സ് ത്രൂ ഔട്ട് ദ ലെങ്ത് ആക്ട് ചെയ്യുന്നുണ്ട്, അങ്ങനെ നമുക്ക് ഡിസ്റ്റൻസ് എടുക്കാൻ പറ്റില്ല. സോ എത്ര ലെങ്ത്തിലാണോ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് അതിന്റെ മിഡ് പോയിന്റിൽ എടുക്കുള്ളൂ. അപ്പൊ നമുക്ക് ഡൗട്ട് വരും, ഇത് ഫോഴ്സ് ത്രൂ ഔട്ട് ലെങ്ത് ഇല്ല, അപ്പൊ എന്തുകൊണ്ട് ത്രൂ ഔട്ട് ലെങ്ത്തിന് മിഡ് പോയിന്റ് എടുത്തില്ല എന്ന്. നമ്മൾ എടുക്കുന്ന മൊമെന്റ് ഈ പോയിന്റിലാണ്. അപ്പൊ ഈ പോയിന്റിന്റെ ലെഫ്റ്റ് സൈഡിലുള്ള ഫോഴ്സുകൾ മാത്രമേ അതിന്റെ മൊമെന്റ് ക്രിയേറ്റ് ചെയ്യുള്ളൂ. അപ്പോ ഈ പോയിന്റിന്റെ ലെഫ്റ്റ് സൈഡിലുള്ള ഫോഴ്സിന്റെ മിഡ് പോയിന്റിലായിരിക്കും നമ്മൾ മൊമെന്റിനെ കൺസിഡർ ചെയ്യുന്ന ഫോഴ്സ് ആക്ട് ചെയ്യുന്നതായിരിക്കും. അപ്പൊ അതുകൊണ്ടാണ് ടോട്ടൽ ലെങ്ത്തിന്റെ മിഡ് പോയിന്റ് എടുക്കാണ്ട് എക്സിന്റെ മിഡ് പോയിന്റ് എടുത്ത്. എക്സിന്റെ മിഡ് പോയിന്റ് എന്ന് പറയുന്നത് ഇത് ഫോഴ്സ് ആണ്, ഫോഴ്സ് ഇൻറ്റു x/2. എക്സിന്റെ മിഡ് പോയിന്റ് എന്ന് പറയുന്നത് x/2. ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് ആണ് മൊമെന്റ്. വി ക്യാൻ റൈറ്റ് W × X²/2 എന്ന് മൊമെന്റിന്റെ ഇക്വേഷൻ ആയിട്ട് എഴുതാം. ഇനി മൊമെന്റ് എങ്ങനെയായിരിക്കും വാരി ഉണ്ടാവുക? X = 0. X = 0 ആകുമ്പോൾ മൊമെന്റിന്റെ വാല്യൂ 0 ആയിരിക്കും. ആൻഡ് അറ്റ് X = L, മൊമെന്റ് = W L²/2 എന്നാകും. ഓക്കെ, അപ്പൊ നമ്മൾ ഒരു ലീനിയർലി അല്ല വാരി ചെയ്യുന്നത്, സ്ക്വയർ പവർ 2 ആയിട്ടാണ് വാരി ചെയ്യുന്നത്. ലെങ്ത് ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് മൊമെന്റ് വാരി ചെയ്യുന്നത് കഴിഞ്ഞ ദിവസമെല്ലാം ഇതിൽ ലീനിയർലി ആയിരുന്നു, ഇതിൽ വാരി ചെയ്യുന്നത് പവർ 2 ആയിട്ടാണ് വാരി ചെയ്യുന്നത്. അങ്ങനെയുള്ള കേസിൽ നമ്മൾ വിൽ ബി ഡ്രോയിങ് ആസ് എ പരാബോള. പരാബോള ഉണ്ട്. ഓക്കെ, പരാബോള. So will be the shape will be a parabola. അല്ലെങ്കിൽ നമ്മൾ രണ്ട് പോയിന്റ് ഇങ്ങനെ രണ്ട് പോയിന്റ് കിട്ടിയാൽ നമ്മൾ വിൽ ബി ഡ്രോയിങ് ആസ് എ കർവ്. ഇങ്ങനെ ഒരു കർവ് വെച്ചിട്ടായിരിക്കും നമ്മൾ അതിനെ കംപ്ലീറ്റ് ചെയ്യുക. രണ്ട് പോയിന്റ്സ് നമ്മൾ ജോയിൻ ചെയ്യുന്നത്. ഓക്കെ, എന്തുകൊണ്ടാന്ന് വെച്ചാല് വേരിയേഷൻ വിത്ത് ദ പവർ ഓഫ് ലെങ്ത് ആസ് 2 പവർ ആയിട്ട് വരുന്നതുകൊണ്ട് അത് പരാബോള വെച്ചിട്ട് നമ്മൾ ജോയിൻ ചെയ്തു. എക്സിന്റെ വാല്യൂ 0 ആകുമ്പോൾ മൊമെന്റ് 0, എക്സിന്റെ വാല്യൂ L ആകുമ്പോൾ മൊമെന്റിന്റെ വാല്യൂ L²/2.
ഇനി ക്രിയേറ്റ് ചെയ്യുന്ന മൊമെന്റ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ അത് പറയാൻ പറഞ്ഞു, നേരത്തെ കേസിൽ പറയാൻ പറഞ്ഞു. ക്രിയേറ്റ് ചെയ്യുന്ന മൊമെന്റ് എന്താന്ന് നോക്കാം. ഓക്കെ, നമ്മൾ മൊമെന്റ് എടുക്കുന്ന പോയിന്റ് ബി വെച്ചിട്ടാണ് മൊമെന്റ് എടുക്കുന്നത്, അല്ലെങ്കിൽ ഈ പോയിന്റ് ആയിക്കോട്ടെ, ഈ പോയിന്റ് വെച്ച് മൊമെന്റ് എടുത്തു. ഈ പോയിന്റിലെ ലെഫ്റ്റ് സൈഡിലെ ഫോഴ്സ് ഇങ്ങനെ ഒരു മൊമെന്റ് ക്രിയേറ്റ് ചെയ്തു. അപ്പോ ലെഫ്റ്റ് സൈഡില് ആന്റി ക്ലോക്ക് വൈസ് മൊമെന്റ്, ലെഫ്റ്റ് സൈഡില് ആന്റി ക്ലോക്ക് വൈസ് മൊമെന്റ്, ലെഫ്റ്റ് സൈഡ് ആന്റി ക്ലോക്ക് വൈസ്. നമുക്ക് വേഗം മൊമെന്റ് കാര്യം വരുമ്പോൾ അപ്പൊ രണ്ട് സാധനങ്ങൾ വരയ്ക്കും നമ്മൾ. ഒന്ന് സ്മൈലി വരയ്ക്കും, ഒന്ന് സാഡ് വരയ്ക്കും. സ്മൈലി എല്ലാം പോസിറ്റീവ് ആയിരിക്കും, സാഡ് എല്ലാം നെഗറ്റീവ് ആയിരിക്കും. രണ്ടായി ഡിവൈഡ് ചെയ്യും. ലെഫ്റ്റ് സൈഡ് ഏതാ പറഞ്ഞേക്കണ്? ലെഫ്റ്റ് സൈഡ് ആന്റി ക്ലോക്ക് വൈസ്. അപ്പൊ നമ്മൾ നോക്കുക, ഇത് ലെഫ്റ്റ് സൈഡ് ക്ലോക്ക് വൈസ് ആണ്, ഇത് ആന്റി ക്ലോക്ക് വൈസ് ആണ്. അപ്പൊ നമ്മുടെ മൊമെന്റ് നെഗറ്റീവ് ആയിരിക്കും. കഴിഞ്ഞ കേസ് അതേപോലെ തന്നെ കേട്ടോ, ലെഫ്റ്റ് സൈഡ് ആന്റി ക്ലോക്ക് വൈസ്, ഈ ഗോട്ട് എ നെഗറ്റീവ് മൊമെന്റ്. നെഗറ്റീവ് മൊമെന്റും നെഗറ്റീവ് ഷിയർ ഫോഴ്സും. ഓക്കെ, ഈ രണ്ട് കാര്യങ്ങളും ഓക്കെ എന്ന് പ്രതീക്ഷിക്കുന്നു. എന്തെങ്കിലുമൊക്കെ ഡൗട്ടുകൾ ഉണ്ടെന്ന് വെച്ചാൽ ചോദിക്കാം നമുക്ക്. ഇനിയും ഇതേപോലത്തെ രണ്ടെണ്ണം കൂടി നമുക്ക് ചെയ്യേണ്ടി വരുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. അതുകൂടി കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്, രണ്ടെണ്ണം കൂടി കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. ഇതുവരെ പറഞ്ഞതിൽ ഇപ്പോൾ ഈ മൊമെന്റിൽ എന്തെങ്കിലുമൊക്കെ ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം, ചാറ്റിൽ പറയാം, അല്ലെങ്കിൽ വോയിസ് ഓൺ ചെയ്തിട്ട് പറയാം, എങ്ങനെ വേണമെങ്കിൽ പറയാം. തിയറി ക്ലിയർ ആണ്. ഒരു 10 ക്ലിയർ വരട്ടെ, ഒരു ക്ലിയർ അല്ലോ എന്നറിയും. എനിക്കറിയാം ചെറിയ ചെറിയ ക്യൂസുകളൊക്കെ ഇട്ട് കൊടുക്കാം, അപ്പൊ നമുക്ക് ആൻസർ അറിയാലോ. ചെറുതാ ക്ലിയർ ഒക്കെ വരുന്നുണ്ട്. ആയിക്കോട്ടെ, അപ്പൊ നമുക്ക് അടുത്തേക്ക് പോകാം. നെക്സ്റ്റ് വൺ ഈസ് എ സിംപ്ലി സപ്പോർട്ടഡ് ബീം സബ്ജക്റ്റഡ് ടു കോൺസെൻട്രേറ്റഡ് ലോഡ്. അപ്പൊ നമുക്ക് ഏറ്റവും കൂടുതൽ നമുക്ക് ചെയ്യേണ്ടി വരുന്നത് സിംപ്ലി സപ്പോർട്ടഡ് ബീംസ് ആയിരിക്കും നമ്മൾ എക്സാമുകളിൽ ചോദിക്കാം. അപ്പൊ അതില് രണ്ട് ടൈപ്പ് ഉണ്ട്. ഒന്ന് കോൺസെൻട്രേറ്റഡ് ലോഡ് അറ്റ് ദ സെന്റർ ഉണ്ട്, കോൺസെൻട്രേറ്റഡ് ലോഡ് അറ്റ് ദ നോട്ട് അറ്റ് ദ സെന്റർ, അതായത് ഓഫ്സെറ്റ് ചെയ്തിട്ടുള്ള കോൺസെൻട്രേറ്റഡ് ലോഡ് നമുക്ക് ചെയ്യേണ്ടി വരും. നമ്മൾ ഓഫ്സെറ്റ് ചെയ്ത് കോൺസെൻട്രേറ്റഡ് ലോഡിന്റെ മാത്രം പഠിച്ചിട്ട് മറ്റേ ഇക്വേഷൻ അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചേർത്താൽ മതി. ഓക്കെ, ഇത് നമ്മുടെ ഫിഗർ. വി ഗോട്ട് എ സിംപ്ലി സപ്പോർട്ടഡ് ബീം having a load at a distance a from the point A and b from the point B. നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് റിയാക്ഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ. എന്താണ് റിയാക്ഷന്റെ വാല്യൂ വീണ്ടും ഞാൻ പറയാനില്ല, നിങ്ങൾ തന്നെ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. നമുക്ക് കിട്ടും RA വാല്യൂ W into B divided by L, RB വാല്യൂ W into A divided by L. ഓക്കെ, ഇനി ഷിയർ ഫോഴ്സ് ആൻഡ് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം എങ്ങനെ വരയ്ക്കും? നമ്മൾ പഴയ പോലെ തന്നെ ഒരു അപ്വേർഡ് പോയിന്റ് മാർക്ക് ചെയ്തു. അതിന്റെ വാല്യൂ എത്രയായിരിക്കും? ലെഫ്റ്റ് സൈഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം. ഓക്കെ, ലെഫ്റ്റ് സൈഡിന്റെ ഒരു പോയിന്റ് എടുത്തു, ആ പോയിന്റ് അനലൈസ് ചെയ്തു. അതിന്റെ ലെഫ്റ്റ് സൈഡ് ഫോഴ്സ് അപ്വേർഡും റൈറ്റ് സൈഡ് ഫോഴ്സ് ഡൗൺവേർഡും. അപ്പോൾ ഓൾവേസ് ഇറ്റ് വിൽ ബി പോസിറ്റീവ് ബെൻഡിങ് മൊമെന്റ്. അതിന്റെ വാല്യൂ RA വാല്യൂ W into B into L by പോസിറ്റീവ് എടുത്തു. അടുത്ത ലോഡ് വരെ വേറെ എക്സ്ട്രാ ഫോഴ്സുകളൊന്നുമില്ല, സോ ഇറ്റ് വിൽ റിമെയിൻ ആസ് എ സ്ട്രൈറ്റ് ലൈൻ. സ്ട്രൈറ്റ് ലൈൻ ആയിട്ട് വരച്ചു. ആൻഡ് ഫ്രം ദ പോയിന്റ് ഇറ്റ് വിൽ ബി എ ലോഡ് W ആക്ടിങ് ഇൻ ദ ഡൗൺവേർഡ് ഡയറക്ഷൻ. W മാർക്ക് ചെയ്തു. ആൻഡ് ഫ്രം load W to point B, വേറെ എക്സ്ട്രാ ഫോഴ്സ് ഒന്നുമില്ല, ഇറ്റ് വിൽ റിമെയിൻ ആസ് എ സ്ട്രൈറ്റ് ലൈൻ. നമുക്ക് ഷെയ്ഡ് ചെയ്തു. പകുതി പോസിറ്റീവ് ഷിയർ ഫോഴ്സ്, പകുതി നെഗറ്റീവ് ഷിയർ ഫോഴ്സ്. ഷിയർ ഫോഴ്സ് ഡയഗ്രാം ഓക്കെ കംപ്ലീറ്റ് ആയി. അപ്പൊ നമ്മൾ അതേപോലെ തന്നെ നമുക്കൊരു സെക്ഷൻ കൺസിഡർ ചെയ്തിട്ട് നമുക്കത് അനലൈസ് ചെയ്തിട്ട് അത് നമുക്ക് സോൾവ് ചെയ്യാം. ഇതിലും അങ്ങനെ ഒരു സെക്ഷൻ അനലൈസ് ചെയ്തിട്ട് ടോട്ടൽ ബെൻഡിങ് മൊമെന്റ് ഇക്വേഷൻ അങ്ങനെ ചോദിക്കാറില്ല. അതെ, എന്നാലും നമുക്ക് കൂടുതൽ പറഞ്ഞു പോകാന്ന് മാത്രം. നമുക്ക് ഇനി അങ്ങോട്ട് എങ്ങനെ നമ്മൾ വരയ്ക്കും മാത്രം പഠിച്ചാൽ നമ്മൾ ഓൾറെഡി ചെയ്തതാണ്. കഴിഞ്ഞ ക്വസ്റ്റില് എക്സാമ്പിൾ ആദ്യം നമ്മൾ സൈൻ കൺവെൻഷൻ പറയുമ്പോൾ ഓൾറെഡി പറഞ്ഞായിരുന്നു. അതിൽ സെൻട്രലാണ് ഷിയർ ഫോഴ്സ്, ഇതിൽ കുറച്ച് ഓഫ്സെറ്റ് ചെയ്ത് എടുക്കുന്നു. ഓഫ്സെറ്റ് ചെയ്ത് എടുക്കുമ്പോൾ ബെൻഡിങ് മൊമെന്റ് ഒക്കെ സെൻട്രൽ എവിടെയാണോ ഫോഴ്സ് ചേഞ്ച് വരുന്നത് അവിടെയാണ് ബെൻഡിങ് മൊമെന്റ് നമുക്ക് വരയ്ക്കേണ്ടി വരുള്ളൂ. കഴിഞ്ഞ കേസിൽ സെന്ററിൽ വരച്ചു കഴിഞ്ഞാൽ സെന്ററിൽ പോയിന്റ് മാർക്ക് ചെയ്തിട്ടില്ല. ഇവിടെ രണ്ടെണ്ണിലും ബെൻഡിങ് മൊമെന്റ് 0 ആയിരുന്നു. അതുപോലെ സെന്ററിൽ ഒരു പോയിന്റ് വന്നു. സെന്ററിൽ ആ പോയിന്റ് എത്രയാണ് ബെൻഡിങ് മൊമെന്റ് എന്ന് കാൽക്കുലേറ്റ് ചെയ്തു. ഒന്നെങ്കിൽ റൈറ്റ് ഹാൻഡ് സൈഡിലെ ഫോഴ്സ് വെച്ചിട്ട് ഈ ഫോഴ്സ് വെച്ചിട്ട് ബെൻഡിങ് മൊമെന്റ് കാൽക്കുലേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ RB വെച്ചിട്ട് ബെൻഡിങ് മൊമെന്റ് കാൽക്കുലേറ്റ് ചെയ്യാം. ഏതെങ്കിലും ഒന്ന് വെച്ച് കാൽക്കുലേറ്റ് ചെയ്യാം, ആ വാല്യൂ എടുത്തിട്ട് എഴുതാം. അത്രേ ഉള്ളൂ.
ഇനി ഇതിന്റെ ഡെറിവേഷൻ അങ്ങനെ ചോദിക്കാറില്ല. കൺസിഡർ ബെൻഡിങ് മൊമെന്റ് ഷിയർ ഫോഴ്സ് നേരത്തെ ചെയ്ത പോലെ എക്സ് അനലൈസ് ചെയ്യണ പോലെ ബെൻഡിങ് മൊമെന്റ് നമുക്ക് ചോദിക്കാറില്ല. അതിൽ നമുക്കൊന്ന് പറഞ്ഞു കൺസിഡർ പോർഷൻ എ സി അറ്റ് ഡിസ്റ്റൻസ് എക്സ് ഫ്രം ദ എ. ഓക്കെ, അവിടുത്തെ ഷിയർ ഫോഴ്സ് എന്ന് പറയുന്നത് ആർ എ ആണ്. ഇപ്പൊ മാർക്ക് ചെയ്തു, ആർ പി മാർക്ക് ചെയ്തു. ആൻഡ് അവിടുത്തെ ബെൻഡിങ് മൊമെന്റ് എന്ന് പറയുന്നത് ആർ എ ഇൻറ്റു എക്സ് ആണ്. സോ ഡബ്ല്യു ബി ബൈ എൽ ഇൻറ്റു എക്സ്. ഓക്കെ, ഇനി ഇതിന്റെ വേരിയേഷൻ എക്സിന്റെ വാല്യൂ 0 ആവുമ്പോൾ മൊമെന്റ് 0 ആയിരിക്കും. എക്സിന്റെ വാല്യൂ എ ആവുമ്പോൾ എക്സിന്റെ വാല്യൂ എ എന്ന് പറയുമ്പോൾ ഡബ്ല്യു എ ബി ഡിവൈഡ് ബൈ എൽ എന്നായിട്ട് മാറും. നമ്മൾ കൺസിഡർ ചെയ്യുന്ന സെക്ഷൻ ഇവിടെയാണ് കേട്ടോ. നമ്മൾ കൺസിഡർ ചെയ്യുന്ന സെക്ഷൻ ഇവിടെയാണ്. ഓക്കെ, ഇതാണ് നമ്മുടെ സെക്ഷൻ. നമ്മൾ സെക്ഷൻ കൺസിഡർ ചെയ്തു. അവിടുത്തെ ഷിയർ ഫോഴ്സും ബെൻഡിങ് മൊമെന്റും നമ്മൾ അനലൈസ് ചെയ്യണം. അപ്പൊ അതിന് ലെഫ്റ്റ് സൈഡിൽ ഷിയർ ഫോഴ്സ് അനലൈസ് ചെയ്തു. അത് ആർ ആണ്. അത് ഡബ്ല്യു ബി ബൈ എൽ ആണ്. ആ വാല്യൂ മാർക്ക് ചെയ്തു. അത് വേറെ വേരിയേഷൻസ് ഒന്നും ഇല്ലാണ്ട് കോൺസ്റ്റന്റ് ആണെന്ന് മാർക്ക് ചെയ്തു. ഓക്കെ, അടുത്തത് വിൽ ബി അനലൈസിങ് ദ മൊമെന്റ് അറ്റ് ദിസ് പോയിന്റ്. അല്ലെങ്കിൽ നമുക്ക് ലെഫ്റ്റ് സൈഡ് അനലൈസ് ചെയ്യാം, റൈറ്റ് സൈഡ് അനലൈസ് ചെയ്യാം. ഹിയർ ദേ ഹാവ് അനലൈസ്ഡ് ദ ലെഫ്റ്റ് സൈഡ്. ലെഫ്റ്റ് സൈഡിലെ ഫോഴ്സ് ആണ് അനലൈസ് ചെയ്തത്. മൊമെന്റ് ഡ്യൂ ടു ആർ എ. അറ്റ് ഡിസ്റ്റൻസ് എക്സ് എന്ന് പറയുന്നത് ആർ ഐ ഇൻറ്റു എക്സ് ആണ് അവിടുത്തെ മൊമെന്റ്. എക്സിന്റെ വാല്യൂ 0 ആവുമ്പോൾ മൊമെന്റ് 0 ആയിരിക്കും. എക്സിന്റെ വാല്യൂ എ, നമ്മൾ ഈ പോയിന്റ് വരെ ആണ് അനലൈസ് ചെയ്യുന്നത്. എക്സിന്റെ വാല്യൂ എ ആവുമ്പോൾ മൊമെന്റ് വാല്യൂ ഡബ്ല്യു എ ബി ഡിവൈഡ് ബൈ എൽ ആയിരിക്കും. ഇത് നമ്മൾ ലെഫ്റ്റ് സൈഡ് അനലൈസ് ചെയ്യുന്നത്. ഇത് തന്നെ നമുക്ക് റൈറ്റ് സൈഡ് അനലൈസ് ചെയ്തിട്ടും ചെയ്യാം. നമ്മളിപ്പോ അഗൈൻ നമ്മൾ കൺസിഡർ ചെയ്ത സെക്ഷൻ ഇവിടെയാണ്. അതിന്റെ ഇനി റൈറ്റ് സൈഡ് ആണ് അനലൈസ് ചെയ്യണം. അപ്പൊ റൈറ്റ് സൈഡ് അനലൈസ് ചെയ്യുമ്പോൾ അവിടുത്തെ ഫോഴ്സ് എന്ന് പറയുന്നത് ആർ ബി ആണ് അവിടുത്തെ ഫോഴ്സ്. നമ്മളൊരു പോയിന്റ് അനലൈസ് ചെയ്ത് അതിന്റെ റൈറ്റ് സൈഡ് അപ്വേർഡും ലെഫ്റ്റ് സൈഡ് ഡൗൺവേർഡും ആണ് മൂവ് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ റൈറ്റ് സൈഡ് അപ്വേർഡും ലെഫ്റ്റ് സൈഡ് ഡൗൺവേർഡും മൂവ് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ ഈ പോയിന്റ് അനലൈസ് ചെയ്തിട്ട് അതിന്റെ റൈറ്റ് സൈഡ് ആണ് എടുക്കണമെങ്കിൽ അവിടുത്തെ ഷിയർ ഫോഴ്സ് നെഗറ്റീവ് ആയിരിക്കും. അതുകൊണ്ടാണ് ഇവിടെ -RP നെഗറ്റീവ് ഷിയർ ഫോഴ്സ് ഡയഗ്രാം. നമ്മളിവിടെ ആദ്യത്തിൽ പോസിറ്റീവ് ഷിയർ ഫോഴ്സ് ഡയഗ്രാം മാർക്ക് ചെയ്തേക്കുന്നത്, രണ്ടാമത്തേല് നെഗറ്റീവ് ഷിയർ ഫോഴ്സ് ഡയഗ്രാം വരാം നമ്മൾ സൈൻ കൺവെൻഷൻ വെച്ചിട്ട്. ഓക്കെ, ഇനി മൊമെന്റ് എടുക്കുമ്പോൾ വീണ്ടും നമ്മളെ കൺസിഡർ ചെയ്യുന്ന സെക്ഷൻ ഇവിടെ അതിന്റെ റൈറ്റ് സൈഡിലുള്ള മൊമെന്റ് ആർ ബി ഇൻറ്റു എക്സ് ആണ്. സോ ഡബ്ല്യു എ ഇൻറ്റു എൽ എക്സ്. എക്സിന്റെ വാല്യൂ 0 ആവുമ്പോൾ മൊമെന്റ് 0 ആയിരിക്കും. അതായത് എൻ പോയിന്റിൽ മൊമെന്റ് 0 ആയിരിക്കും. എക്സിന്റെ വാല്യൂ ബി ആവുമ്പോൾ ഡബ്ല്യു എ ബി ഡിവൈഡ് ബൈ എൽ. ഇതാണ് മാക്സിമം മൊമെന്റ് വരുന്നത്, ഡബ്ല്യു എ ബി ഡിവൈഡ് ബൈ എൽ. ഈ കേസ് നമുക്ക് പഠിക്കേണ്ടി വരും. മാക്സിമം മൊമെന്റ് ഫോർ എ സിംപ്ലി സപ്പോർട്ട് ബീം വിത്ത് എ പോയിന്റ് ലോഡ്, ഡബ്ല്യു എ ബി ഡിവൈഡ് ബൈ എൽ. ഇനി ഇതിന്റെ ഒരു എക്സ്റ്റൻഷൻ ആയിട്ടാണ് നമുക്ക് പോയിന്റ് ലോഡ് അറ്റ് ദ സെന്റർ. പോയിന്റ് ലോഡ് അറ്റ് ദ സെന്റർ എന്ന് പറഞ്ഞാല് എയും ബിയും ഈക്വൽ ആയിരിക്കും അല്ലെ. സെന്റർ എന്ന് പറഞ്ഞാല് അതിന്റെ ലോഡിന്റെ ലെഫ്റ്റ് സൈഡ് ഡിസ്റ്റൻസും റൈറ്റ് സൈഡ് ഡിസ്റ്റൻസും സെയിം ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതിൽ നമുക്ക് പഠിക്കുന്നതാണ് എ ഈക്വൽ ടു ബി. ടോട്ടൽ ലെങ്ത് എൽ ആണെങ്കിൽ എയും ബിയും L/2 ആയിരിക്കും. നമ്മൾ ആക്റ്റീവ് ഷിയർ ഫോഴ്സിന്റെ കാര്യം ഡബ്ല്യു ബി ബൈ എൽ, ഡബ്ല്യു എ ബൈ എൽ എന്നൊക്കെ വരുന്നതാണ്. അതിൽ എയും ബിയും L/2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ W/2 ആയിരിക്കും നമ്മുടെ മാക്സിമം ഷിയർ ഫോഴ്സിന്റെ വാല്യൂ വരുന്നത്. ഷിയർ ഫോഴ്സ് ആയതിന്റെ മാക്സിമം വാല്യൂ W/2 വരും. അതേപോലെ തന്നെ എ ബിക്ക് പകരം L/2 നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഡബ്ല്യു എ ബി ഡിവൈഡ് ബൈ എല്ലിന് പകരം L/2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ WL/4. ഇതും പഠിച്ചു. ഇത് പഠിച്ചില്ലെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാം, പക്ഷെ എന്തായാലും പഠിക്കണം. കാൻഡിലിവർ ബീം വിത്ത് point load at the center, value of the maximum bending moment equal to WL/4. ഇതും ഇതുപോലെ PSC പരീക്ഷകളിൽ അല്ലെങ്കിൽ ഗേറ്റ് എക്സാം, കോമ്പറ്റീറ്റീവ് എക്സാമിന് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ആയി ചോദിക്കുന്നതാണ്. കാൻഡിലിവർ ബീം സിംപ്ലി സപ്പോർട്ട് ബീം വിത്ത് point load at the center, the maximum bending moment equal to WL/4. ഈ ഇക്വേഷൻ പഠിച്ചാലും മതി. എയും ബിയും വാല്യൂ L/2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഈ ഇക്വേഷൻ കിട്ടും. പക്ഷെ ഇത് അങ്ങനെ ചോദിച്ച് കണ്ടിട്ടില്ല. ഇപ്പൊ PSC കുറച്ച് പുതുക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇതിനായിരിക്കും കുറച്ചുകൂടി നല്ല പഠിക്കാനൊക്കെ നല്ലത് ലോങ് ടേം. നമ്മളൊക്കെ ബിടെക് പഠിച്ച് നമുക്ക് PSC കുറച്ചുകൂടി ടൈറ്റ് ആവും. അപ്പോൾ ഇതൊക്കെ ചോദിച്ച് സീനിയേഴ്സിനോട് ചോദിച്ച ലെവലായ ക്വസ്റ്റൻസ് ആണ്. സോ ഇതൊക്കെ ഇനി ചോദിച്ചുകൊണ്ടിരിക്കും. അതിൽ എയും ബിയും റേഷ്യോ വെച്ചിട്ട് ചിലപ്പോൾ തരും. ഗേറ്റ് എക്സാമിനൊക്കെ പോകുമ്പോൾ അങ്ങനെ ചോദിക്കാം. Simply support beam with a point load at a distance 1 meter 3 meter. അപ്പോൾ ഡയറക്റ്റ് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് നമുക്ക് ആൻസർ എഴുതാൻ പറ്റും. അപ്പോൾ ഇത് പഠിക്കാം. അപ്പൊ ഇത് നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് മനസ്സിൽ വന്നോളൂ. ഓക്കെ, അപ്പോൾ സിംപ്ലി സപ്പോർട്ട് ബീം വിത്ത് പോയിന്റ് ലോഡ് അറ്റ് ദ സെന്റർ ആൻഡ് പോയിന്റ് ലോഡ് ആസ് എൻ ഓഫ്സെറ്റ് പൊസിഷൻ ഫ്രം ദ സെന്റർ. രണ്ടും ഓക്കെയാണ്.
ഓക്കെ, ഇനി ഒരു സിംപ്ലി സപ്പോർട്ട് വിത്ത് UDL ആണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിന് കഴിഞ്ഞു. പിന്നെ ഒരു ഓവർ ഹാങ്ങിങ് ആണുള്ളത്, അത് ചോദിക്കാറില്ല, അത് വേണ്ട. UDL കൂടി പറഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. ഓക്കെ, UDL എന്ന് പറഞ്ഞു യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ്. നമ്മുടെ അതിന്റെ യൂണിറ്റ് പറയുന്നത് W/യൂണിറ്റ് ലെങ്ത് ആണ്. അപ്പൊ അത് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു സെക്ഷൻ, ഇതിപ്പോ കറക്റ്റ് സെന്ററിൽ വരച്ച പോലെ തോന്നുമെങ്കിലും സെന്റർ അല്ല വിചാരിക്കാം. ഓക്കെ, വിൽ ബി അനലൈസിങ് എ സെക്ഷൻ XX at a distance X from the free end. Okay, and we will be calculating the force. Reaction RA and RB യുടെ വാല്യൂ ആദ്യം കാൽക്കുലേറ്റ് ചെയ്യണം. നമുക്ക് അവിടെ ഞാൻ പറയുന്നില്ല. RA RB നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് WL/2 കിട്ടും. ഇനി WL/2 കിട്ടുന്നത് ടോട്ടൽ വാല്യൂ W/യൂണിറ്റ് ലെങ്ത് ആണ്. ടോട്ടൽ ലെങ്ത് ഓഫ് ദ ബീം L ആണ്. അപ്പോൾ ടോട്ടൽ ലെങ്ത് ഓഫ് ദ ബീം L ആണ്. ടോട്ടൽ ലോഡ് എന്ന് പറയുന്നത് W/L ആണ്. ടോട്ടൽ ഈ ബീമിൽ ആക്ട് ചെയ്യുന്ന ലോഡ്. ഓക്കെ, അത് UDL ആണ്. ത്രൂ ഔട്ട് ദ ബീം ഉണ്ട്. അപ്പോൾ അതിന് രണ്ട് റിയാക്ഷൻസും ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യും. അപ്പൊ ഇവിടുത്തെ ഒരു ഫോഴ്സ് എന്ന് പറയുന്നത് WL/2 വരും, ഇവിടുത്തെ ഒരു ഫോഴ്സ് എന്ന് പറയുന്നത് WL/2 വരും. രണ്ടും ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് എടുക്കും. ഓക്കെ, അതുകൊണ്ടാണ് റിയാക്ഷൻസ് RA = RB = WL/2 എന്ന് പറഞ്ഞിട്ട് എഴുതിയത്. ഓക്കെ, ഇനി നമ്മൾ ഷിയർ ഫോഴ്സ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഷിയർ ഫോഴ്സ് നമ്മളൊരു പോയിന്റ് എടുത്തു, അതിന്റെ ലെഫ്റ്റ് സൈഡ് അനലൈസ് ചെയ്ത് ലെഫ്റ്റ് സൈഡ് മൂവിങ് ഇൻ അപ്വേർഡ് മൂവ്, ടോട്ടൽ RA WL/2. ഓക്കെ, അപ്പോൾ അതിന്റെ വാല്യൂ പോസിറ്റീവ് ഷിയർ ഫോഴ്സ് ആണ്. കാരണം പറഞ്ഞാൽ കറക്റ്റ് സെന്ററിലല്ല ഞാൻ X എടുത്തേക്കുന്നത്. കറക്റ്റ് സെന്ററിൽ എടുത്താൽ നിങ്ങൾക്ക് ഒരു ഡൗട്ട് തോന്നും. ഇപ്പൊ കറക്റ്റ് സെന്റർ എടുത്തു. ഓക്കെ, കറക്റ്റ് സെന്ററിൽ എടുത്തു. അപ്പൊ അതിന്റെ ലെഫ്റ്റ് സൈഡിലുള്ള ടോട്ടൽ ഫോഴ്സ് അപ്വേർഡ് ഓർ നെഗറ്റീവ്, അപ്വേർഡ് ഓർ ഡൗൺവേർഡ് എന്ന് ചോദിച്ചാൽ നമുക്ക് കൺഫ്യൂഷൻ ആവും. കാരണം കറക്റ്റ് സെന്റർ എടുത്താല് RA വാല്യൂ WL/2, പകുതി ഫോഴ്സ് ഇവിടെ ആക്ട് ചെയ്യുന്നുണ്ട്. ദാറ്റ് ഈസ് WL/2 ഇവിടെ ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ നെറ്റ് ഫോഴ്സ് വിൽ ബി 0. അതുകൊണ്ടാണ് സെന്ററിൽ ഷിയർ ഫോഴ്സ് ഡയഗ്രാം 0 ആണ്. അപ്പൊ അതുകൊണ്ട് എനിക്ക് ഒരിക്കലും ഈ വാല്യൂ എനിക്ക് പറയാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഞാൻ എടുത്ത സെക്ഷൻ സെന്ററിലല്ല എന്ന് പറയുന്നത്. ഒരു സെക്ഷൻ എടുത്തു, അപ്പൊ അവിടുത്തെ ഷിയർ ഫോഴ്സ് എത്രയാന്ന് നോക്കണം. അവിടുത്തെ ഷിയർ ഫോഴ്സ് എത്രയായിരിക്കും? അതിന്റെ ലെഫ്റ്റ് സൈഡിലുള്ള ഫോഴ്സിന്റെ ഡിഫറൻസ് ആയിരിക്കും ഷിയർ ഫോഴ്സ്. ലെഫ്റ്റ് സൈഡ് ഫോഴ്സ് ഒന്ന് അപ്വേർഡ്, ഈ വെയിറ്റ് ഡൗൺവേർഡ്. അപ്പോൾ RA അപ്വേർഡ് അത് പോസിറ്റീവ് ആയിട്ട് എടുത്തു, വെയിറ്റ് ഡൗൺവേർഡ് ഉള്ള ഡിസ്റ്റൻസ് എത്രയാ? ഇതിന്റെ വാല്യൂ W/യൂണിറ്റ് ലെങ്ത് ആണ്. അതിന്റെ ലെങ്ത് എന്ന് പറയുന്നത് X ആണ്. അപ്പൊ W/ന്റെ X ആണ് ഡൗൺവേർഡ് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് ടോട്ടൽ ഷിയർ ഫോഴ്സ് ഓൺ ദ ലെഫ്റ്റ് ഓഫ് ദ അനലൈസ് സെക്ഷൻ. നമ്മൾ സെക്ഷൻ എടുത്ത സെക്ഷന്റെ ലെഫ്റ്റിലുള്ള ടോട്ടൽ ഷിയർ ഫോഴ്സ് എന്ന് പറയുന്നത് RA അപ്വേർഡ് മൈനസ് W/ന്റെ X ഡൗൺവേർഡ്. ഇനി ഇതിന്റെ വാല്യൂസ് എങ്ങനെ വാരി ചെയ്യുന്ന നോക്കുക. Xന്റെ വാല്യൂ 0 മുതൽ നമ്മൾ 0 മുതൽ L വരെ വാരി ചെയ്യുമ്പോൾ എങ്ങനെയൊക്കെ വാരി ചെയ്യുന്നു നോക്കും. ഓക്കെ, അപ്പൊ Xന്റെ വാല്യൂ 0 കൊടുക്കുമ്പോൾ Fന്റെ വാല്യൂ 6 ആയിരിക്കും. 6 വാല്യൂ WL/2, അത് നമ്മളിവിടെ മാർക്ക് ചെയ്തു. ഇനി Xന്റെ വാല്യൂ L/2 കൊടുത്താല് WL/2 മൈനസ് WL/2, അതായത് അറ്റ് ദ സെന്റർ ഷിയർ ഫോഴ്സ് 0 ആയിരിക്കും. ഇനി Xന്റെ വാല്യൂ L കൊടുക്കുമ്പോൾ WL/2 മൈനസ് WL, ബാക്കി മൈനസ് WL/2 ആയിട്ട് റിമൈനിങ് ആവും. ഇതായിരിക്കും അറ്റ് ദ റൈറ്റ് എൻഡ്. അങ്ങനെ 3 ഷിയർ ഫോഴ്സ് നമുക്ക് കിട്ടും. ലെഫ്റ്റ് എൻഡ്, സെന്റർ, റൈറ്റ് എൻഡ്. ഓക്കെ, അടുത്തത് ബെൻഡിങ് മൊമെന്റ്. അഗൈൻ നമ്മൾ സെക്ഷൻ അനലൈസ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ലെഫ്റ്റ് സൈഡിലുള്ള ടോട്ടൽ ബെൻഡിങ് മൊമെന്റ് എത്രയെന്ന് കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, നമ്മൾ ഇതാണ് നമ്മുടെ പോയിന്റ്. ആ പോയിന്റ് ലെഫ്റ്റ് ഹാൻഡ് സൈഡാണ് നമ്മൾ അനലൈസ് ചെയ്യുന്നത്. ലെഫ്റ്റ് ഹാൻഡ് സൈഡിലുള്ള ആദ്യത്തെ ഫോഴ്സ് RA ആണ്. RA ഇൻറ്റു ഡിസ്റ്റൻസ് എത്ര വരും? ആക്ടിങ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് X. അത് ക്രിയേറ്റ് ചെയ്യുന്ന മൊമെന്റ് ആന്റി ക്ലോക്ക് വൈസ് മൊമെന്റ് ആണ്. ലെഫ്റ്റ് സൈഡ് ആന്റി ക്ലോക്ക് വൈസ് മൊമെന്റ് പോസിറ്റീവ് ആണ്. അപ്പൊ അതിന് പോസിറ്റീവ് വാല്യൂ കൊടുത്തു. അടുത്ത ഫോഴ്സ് UDL ആണ്. UDL എവിടേക്ക് ആക്ട് ചെയ്യണം? താഴേക്കാണ് ആക്ട് ചെയ്യണം. ഓക്കെ, UDLന്റെ വാല്യൂ എത്രയാ? W/യൂണിറ്റ് ലെങ്ത്. എത്ര ഡിസ്റ്റൻസിൽ ആക്ട് ചെയ്യുന്നത്? ആക്ടിങ് അറ്റ് ഡിസ്റ്റൻസ് ഓഫ് X. അപ്പോൾ അത് ക്രിയേറ്റ് ചെയ്യുന്ന മൊമെന്റ് എന്തായിരിക്കും? താഴേക്ക് ആക്ട് ചെയ്യുന്നതുകൊണ്ട് ഇറ്റ് വിൽ ബി ക്രിയേറ്റിംഗ് എ നെഗറ്റീവ് മൊമെന്റ്. അപ്പോൾ മൈനസ് W/X, അതാണ് അതിന്റെ ഫോഴ്സ്. ഇനി ഡിസ്റ്റൻസ് കൂടി വേണം.
ഇതിന്റെ മിഡ് പോയിന്റിലായിരിക്കും അത് ആക്ട് ചെയ്യുന്നുണ്ടാവുക. അതായത് ടോട്ടൽ ഡിസ്റ്റൻസ് എക്സ് ആണെങ്കിൽ എക്സിന്റെ മിഡ് പോയിന്റിലായിരിക്കും അത് ആക്ട് ചെയ്യുന്നുണ്ടാവുക x/2. W into x into x/2. That is W into x into x/2. That is minus W by 2. എന്താണ്? അല്ല, RA into x. RAയുടെ വാല്യൂ നമ്മളതിൽ ഓൾറെഡി ഉണ്ടല്ലോ. RA into x. RAയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ W into L ആണ്. Into x. അതേപോലെ കിട്ടും. Into WX into x/2. WX square by 2. അപ്പോൾ ഇക്വേഷൻ കിട്ടും. W L/2 x minus W x square by 2. ഇങ്ങനെ കിട്ടും. ഇതാണ് മൊമെന്റിന്റെ വാല്യൂ. ഇനി മൊമെന്റ് എങ്ങനെ വാരി ചെയ്യുന്നതാണ് നോക്കേണ്ടത്. എക്സിന്റെ വാല്യൂ 0 ആവുമ്പോൾ മൊമെന്റിന്റെ വാല്യൂ എത്രയാണ്? W L x by 2 minus W x square by 2. ഇതാണ് മൊമെന്റിന്റെ വാല്യൂ. ഈ മൊമെന്റ് എങ്ങനെ വാരി ചെയ്യും? നമ്മൾ വാരി എക്സിന്റെ വാല്യൂ 0 മുതൽ L വരെ കൊടുക്കും. എക്സിന്റെ വാല്യൂ 0 ആവുമ്പോൾ x 0 മൊമെന്റിന്റെ വാല്യൂ 0. എക്സിന്റെ വാല്യൂ L by 2 into L. ഒരു സെന്റർ പോയിന്റിന്റെ മൊമെന്റ് കൂടി എവിടെയാണോ നമുക്ക് ഫോഴ്സ് എവിടെയാണോ ചേഞ്ച് ചെയ്യുന്നത്, ഷിയർ ഫോഴ്സ് ഡയഗ്രത്തിൽ എവിടെയാണോ ഇതിന്റെ വാല്യൂ സെന്റർ പോയിന്റിൽ L/2 വരുമ്പോൾ W into L/2 into L/2. എക്സിന് പകരം നമ്മൾ L/2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. മൈനസ് W into L/2 ഹോൾ സ്ക്വയർ. അതായത് W L/2 into L/2. എക്സിന് പകരം L/2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. x square by 2. x സ്ക്വയറിന് പകരം L/2 ഹോൾ സ്ക്വയർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ W L square by 4 minus W L square by 4. രണ്ടും ക്യാൻസൽ ചെയ്ത് പോകില്ലേ? നമ്മളവിടെ ഒരു 2 ഇടാൻ മറന്നുപോയി. സ്ക്വയർ ബൈ 2ന്റെ ഈ 2 ഇടാൻ മറന്നുപോയി. അതുകൊണ്ട് മാത്രം ചെറിയ മിസ്റ്റേക്ക് വന്നതാണ്. അപ്പോൾ ടോട്ടൽ W L square by 4 minus W L square by 2. W L square by 8 എന്നുള്ള വാല്യൂ നമുക്ക് കിട്ടും. W L square by 8 ടോട്ടൽ മൊമെന്റ് പോസിറ്റീവ് വാല്യൂ കിട്ടും. ഓക്കെ, ഇതും നമുക്ക് ഒരു ആൻസർ ആണ്. Square by 8. Cantilever beam with UDL throughout the length. W L square by 8. ഓക്കെ ആണെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ ആണെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നാളെ 2 മണി